ഇന്ന് +1 കമ്പ്യൂട്ടർ സയൻസിന്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡാറ്റ റെപ്രസെന്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കാൻ പോണത്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞുതരാം. ഡാറ്റയും ഉണ്ട്, നമുക്ക് എന്താ വേണ്ടത്? ഡാറ്റ അല്ലേ വേണ്ടത് കമ്പ്യൂട്ടറിൽ. ഈ ഡാറ്റേനെ കമ്പ്യൂട്ടർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണ്, ഏത് രീതിയിൽ റെപ്രസെന്റ് ചെയ്യണ്, ഇതെല്ലാമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ലാഗ് അടുപ്പിക്കാനുള്ള നേരെ പോവാം. നമുക്ക് ആദ്യം തന്നെ നമ്പർ സിസ്റ്റം ആണ്. നമ്മള് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത് ഏൻഷ്യൻ നമ്പർ സിസ്റ്റം ആണ്. അപ്പോഴേ ഞാൻ പറഞ്ഞിരുന്നു വേറൊരു നമ്പർ സിസ്റ്റം വരും, അതാണ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് എന്ന്. അപ്പൊ ഇതാണ് നമ്മളെ നമ്പർ സിസ്റ്റം. നമ്മളെ നമ്പർ സിസ്റ്റം എന്തിനാണ് ശരിക്കും? ഈ നമ്പേഴ്സ് ഒക്കെ ഓരോ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്ത് വെച്ചേക്കാണ്, അടക്കി പറക്കി വെച്ചേക്കുന്ന ഒരു സിസ്റ്റം ആണ് എന്ത്? നമ്പർ സിസ്റ്റം. അപ്പൊ ഇവിടെ ടീച്ചർ ഒരു നമ്പർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മള് ഒരു നമ്പർ സിസ്റ്റത്തില് എത്ര സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയാ. ഈ സിംബൽസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 10 നമ്പേഴ്സ് അല്ലേ ഉള്ളത്, 0 അടക്കം. 0, 1, 2, 3, 4 അങ്ങനെ 9 വരെ ടോട്ടല് 10 നമ്പേഴ്സ് ആണുള്ളത്. അപ്പൊ നമുക്ക് എന്ത് പറയാ? അതിന്റെ എത്ര സിംബൽസ് ഉള്ളത്? 10 സിംബൽസ് ഉള്ളതുകൊണ്ട് തന്നെ ബേസ് എന്തായിരിക്കുള്ളൂ? 10 ആയിരിക്കുള്ളൂ. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടെ പറയുമ്പോൾ മനസ്സിലാവും. ഇവിടെ നോക്കിയേ, നമ്മളെ ഫസ്റ്റ് നമ്പർ സിസ്റ്റം ആണെന്ത്? ബൈനറി നമ്പർ സിസ്റ്റം. ബൈ എന്ന് കേൾക്കുമ്പോ തന്നെ എന്താ പറയാ? 2 ആണെന്ന് അറിയാലേ. ബൈ എന്ന് വെച്ചാൽ എന്താ? 2 എന്നാണ്. അപ്പൊ നമുക്ക് പറയാ ഇതിന്റെ ബേസ് 2 ആണെന്ന് പറയാം. അപ്പൊ നമ്പർ ഓഫ് സിംബൽസ് ആണ് എന്ത്? ഈ ബേസ്. 2 സിംബൽസ് ആയിക്കുള്ളൂ അവിടെ യൂസ് ചെയ്യാൻ പോണത്. ഈ സിംബൽസ് നോക്കിയേ, 0യും 1ഉം. എത്ര സിംബൽസ് ഉണ്ട്? അപ്പൊ 2 സിംബൽസ് അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് എന്ത് വന്നത്? ബേസ് 2 ആയിട്ട് വന്നത്. അപ്പൊ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തില് ഒരു നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? 0യും 1നെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 0യും 1ന്റെയും കോമ്പിനേഷൻ ആയിക്കുള്ളൂ ബൈനറി നമ്പർ സിസ്റ്റം. ഇങ്ങനെ ഒരു നമ്പർ തന്നേക്കാണ് നിങ്ങൾക്ക്. ഈ നമ്പർ ബൈനറി നമ്പർ ആണോ? അല്ല അല്ലെ. കാരണം എന്താ? ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഇവിടെ 8 എന്നുള്ളത് ഒരു ബൈനറി നമ്പർ ആണോ? അല്ല. സോ അതൊരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ പെട്ട നമ്പർ അല്ല. ഇതിനടുത്ത് നോക്കി ഒരു എക്സാമ്പിൾ കൊടുത്തേക്കണെങ്കിൽ 1 1 0 1. 1ഉം 0യും മാത്രമല്ലേ. സോ നമുക്ക് എന്ത് പറയാം? അതൊരു ബൈനറി നമ്പർ ആണെന്ന് പറയാം. പിന്നെ വേറൊരു കാര്യം നോക്കേണ്ടത്, ഈ ഓരോ നമ്പർ സിസ്റ്റവും കാട്ടാനായിട്ട് അതിന്റെ അടിയിലായിട്ട് ഈ ബേസ് കൊടുക്കും. ഇവിടെ നോക്കിയേ, ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ അടിയിൽ 2 എന്ന് കൊടുത്തേക്കണ്ട. കാരണം ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് എന്ത്? 2. കുഴപ്പമുണ്ടാ? ഇനി അടുത്ത നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ, ഒക്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്താ ഓർമ്മ വരുന്നത്? 8 ആണല്ലേ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് 8. സോ അവിടെ സിംബൽസ് എത്ര വരെ ഉണ്ടാവും? 8 സിംബൽസ് ആണ് ഉണ്ടാവുക, 0 തൊട്ട് 7 വരെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 2 ആണ് എന്ന് വെച്ച് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 ഉണ്ടാ? ഇല്ലാതെ. നോക്കിയേ, 0യും 1ഉം മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 8 ആണ് എന്ന് വെച്ച് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ 8 ഉണ്ടാ? ഇല്ല അല്ലെ. നോക്കിയേ, 0 തൊട്ട് 7 വരെ ഉള്ളൂ. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് അവിടെ ഇപ്പൊ എക്സാമ്പിൾ കൊടുത്തത് 2 3 6. ബേസ് എത്ര കൊടുത്തു? 8 കൊടുത്തു. കാരണം നമ്മളെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ആണ് 8. ഓക്കെ, അപ്പൊ നമുക്ക് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണോ ബൈനറി നമ്പർ സിസ്റ്റം ആണോ എന്നൊക്കെ അങ്ങനെ തിരിച്ചറിയാം. ഇവിടെ 23 കണ്ടിട്ട് ബേസ് 2 ആണെങ്കിൽ നമുക്ക് പറയാത് ബൈനറി നമ്പർ സിസ്റ്റത്തിലാണ് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഇനി 23 എന്ന് പറഞ്ഞിട്ട്, പക്ഷെ 23 ഒരു ബൈനറി നമ്പർ അല്ല, 1 1 ആയിക്കോളെ. എന്ത്? ബൈനറി നമ്പർ. 1 1 ഇട്ടിട്ട് ബേസ് 2 ആണെന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാ? അവര് റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിലാണെന്ന് പറയാം. ഇനി സെയിം 1 1 ഇട്ടിട്ട് അവര് ബേസ് ആയിട്ട് ഇട്ടേക്കുന്നത് 8 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ് ബേസ് ചെയ്തേക്കണത്, റെപ്രസെന്റ് ചെയ്തേക്കണെന്ന്. സോ ഈ നമ്പർ വെച്ചിട്ടാണ് പറയാം. ഓക്കെ അല്ലേ? ഇനി അടുത്ത നമ്പർ സിസ്റ്റം ആണ് എന്ത്? ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ് നമ്മ ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റം കേട്ടാ. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയെന്ന് നോക്കിയേ? 10. കാരണം എന്താ? 10 ആവാനായിട്ട് അവിടെ നമ്പർ ഓഫ് സിംബൽസ് യൂസ് ചെയ്യണത് എത്രയായിരിക്കുള്ളൂ? 10 ആയിരിക്കുള്ളൂ. നമുക്ക് നോക്കാം എത്ര ഉണ്ടെന്ന്. 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? എണ്ണി നോക്കിക്കോ. 1 2 3 4 5 6 7 8 9 10. അപ്പൊ നമുക്ക് എന്ത് പറയാ? 10 നമ്പേഴ്സ്, അതായത് 10 നമ്പർ ഓഫ് സിംബൽസ് ആണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബേസ് എത്ര ആയിക്കുള്ളൂ? 10 ആയിരിക്കുള്ളൂ. വില കുഴപ്പമുണ്ടോ? നിങ്ങൾ തന്നെ നോക്കണോട്ടപ്പ. നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം പറഞ്ഞു. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ്
2 ആയിട്ട് വന്നത് എന്ത്? ബേസ്. ഒക്ടൽ നമ്പർ സിസ്റ്റം പറഞ്ഞ് ഒക്ടൽ നമ്പർ സിസ്റ്റത്തില് 8 നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് അതിന്റെ ബേസ് എന്തായിട്ട് വന്നത്? 8 ആയിട്ട് വന്നത്. അടുത്തതാണ് നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ടോട്ടൽ 10 നമ്പേഴ്സ് ഉള്ളതുകൊണ്ടാണ് അവിടുത്തെ ബേസ് എത്ര ആയിട്ട് വന്നത്? 10 ആയിട്ട് വന്നത്. ഇനി ലാസ്റ്റത്തേണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ബേസ് 16 ആണ് വരുന്നത്. ഇത് നോക്കിക്കോട്ടെ നമ്മൾ സിമ്പിൾസ്. 0 തൊട്ട് 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ട്. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 വരെ ഉള്ളതുണ്ട്. അത് കഴിഞ്ഞ് 10, 11, 12, 13, 14, 15 വരെയുള്ള നമ്പേഴ്സും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ 10നെ നമ്മ എ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, 11 നമ്മ ബി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക, 12നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? സി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, 13നെ ഡി, 14നെ ഇ, 15നെ എഫ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മ എങ്ങനെയാന്ന് അറിയാ പറയാ 0 തൊട്ട് 9 വരെയുള്ള നമ്പേഴ്സും എ തൊട്ട് എഫ് വരെയുള്ള ആൽഫബറ്റ്സുമാണ് ഉള്ളത്. അതില് എ തൊട്ട് എഫ് വരെ എന്ന് പറഞ്ഞാല് 10 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനാണ് റെപ്രസെന്റ് ചെയ്യുക. മനസ്സിലായ? നോക്കിയപ്പ 0, 1, 2, 3, 4 അങ്ങനെ 9 വരെ ഉണ്ട്. പിന്നെ എ തൊട്ട് എഫ് വരെ ഉണ്ട്. എ ബി സി ഡി ഇ എഫ് റെപ്രസെന്റ്സ് ആരാണ് റെപ്രസെന്റ് ചെയ്യുക? 10, 11, 12, 13, 14, 15 റെസ്പെക്റ്റീവ്ലി. കുഴപ്പമുണ്ടാ? അപ്പൊ ഇവിടെ നോക്കിയേ 1 to AF. 1 to AF എന്ന് വായിക്കാൻ കഴിയുന്നത് 12 ആണ്. 12 അല്ല, 12നെ അവരെങ്ങനെ പറഞ്ഞാനായിരുന്നു? അങ്ങനെയാണെങ്കിൽ തന്നെ സി എന്ന് പറഞ്ഞാനായിരുന്നു. സോ ഞാൻ എന്ത് ചെയ്തു? 1 to AF. ഈ AF എന്ന് പറഞ്ഞത് എ എന്ന് പറഞ്ഞ എന്താണ്? 10 ആണ്. എഫ് എന്ന് പറഞ്ഞ എന്താണ്? 15 ആണ്. മനസ്സിലായില്ല? ഇതുപോലെ റെപ്രസെന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്നത് A10 എന്ന് വെച്ചാൽ എന്താ? എ എന്ന് പറഞ്ഞ എന്താണ്? 10 ആണല്ലേ? 10, 1, 0. മനസ്സിലായില്ലേ? അതായത് 10 തൊട്ട് 15 വരെയുള്ള നമ്പേഴ്സിനെ നമ്മ എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? എ ബി സി ഡി വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ്. ഇത്രയും ഉള്ളൂ നമ്പർ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അതായത് ഓരോ നമ്പേഴ്സിനെയും റെപ്രസെന്റ് ചെയ്യുന്ന സിസ്റ്റം ആണെന്ത്? നമ്പർ സിസ്റ്റം. നമുക്ക് നമ്പർ സിസ്റ്റം 4 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെ? ബൈനറി നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. കുഴപ്പമുണ്ടാ? ഇല്ലല്ല. ഇനി ആ മേലത്തെ വായിച്ചു നോക്കിയേ. ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് എന്ത്? ബേസ് ഓർ റാഡിക്സ്. രണ്ടും ഒരു ബേസിന്റെ വേറൊരു പേരാണെന്ത്? റാഡിക്സ്. ചോദിക്കാറുണ്ട്. ബേസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. എന്താ പറയാ? നമുക്ക് റാഡിക്സ് എന്ന് പറയാം. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര സിംബൽസ് യൂസ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം? ബേസ് എന്ന് വിളിക്കാം. ഇവിടെ നോക്കിക്കോ, ഇവിടെ ബേസ് കൊടുത്തിട്ടുണ്ടല്ലേ? ഇവിടെ എത്ര സിംബൽസ് ഉണ്ടോ അതിന്റെ കറസ്പോണ്ടിങ് ആണ് ഇത് ബേസ് വന്നേക്കണം. ഇവിടെ 2 സിംബൽസ് ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ 2 ആണ് ബേസ് എന്ന് പറയാം. ഇവിടെ എത്ര 1, 2, 8 സിംബൽസ് ഉള്ളതുകൊണ്ട് ഇവിടെ ബേസ് എത്ര വന്ന്? 8 എന്ന് വന്നു. സോ എത്ര സിംബൽസ് ആണ് ഒരു നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത്? അതാണ് എന്ത്? നമ്മളുടെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ്. ബേസിന്റെ തന്നെ വേറെ പേരാണ് എന്ത്? റാഡിക്സ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് പഠിക്കാട്ടെ നമുക്ക്. ഇനി അടുത്തതാണ് MSDയും LSDയും. അതായത് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റും ചോദിക്കാറുണ്ട്. അപ്പൊ നോക്കിക്കോ, ഈ MSD എന്ന് പറഞ്ഞാല് ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റിനെയാണ് നമ്മ MSD എന്ന് വിളിക്കാം. ഇനി അടുത്തത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, അതായത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിനെയാണ് LSD എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ കൊടുത്തേക്കണുണ്ടേ MSD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 2 ആണ്. കാരണം എന്താ? ഇതാണല്ലേ ലെഫ്റ്റിൽ കിടക്കുന്നത്. നിങ്ങൾ നോക്കി നോക്കിയേ, ലെഫ്റ്റിൽ ആരോ ഉള്ളത്? 2 അല്ലേ ഉള്ളത്. സോ 2 ആണ് നമ്മളുടെ എന്ത്? MSD ആയിട്ട് നമുക്ക് പറയാം. ഇനി അത് നോക്കിയാൽ ഇവിടെ 4 ആണല്ലേ? 4 ഇവിടെ എന്താ പറഞ്ഞേക്കണേ? LSD എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ്, ഏറ്റവും റൈറ്റ് കിടക്കണ കാരണം 4 അല്ലേ? സോ നമുക്ക് എന്ത് പറയാ? 4 ഒരു LSD നമ്പർ ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, ഏറ്റവും സിഗ്നിഫിക്കന്റ് ആളുടെ ഡിജിറ്റ് ആരായിക്കോളൂ? ഈ അറ്റത്തുള്ള ആളായിക്കോളൂ. എപ്പോഴും ലെഫ്റ്റിലുള്ള ആളായിക്കോളൂ എന്ത്? മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ഇനി ചോദിക്കണത് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്, അതായത് LSD. ലീസ്റ്റ് ആണ്, കുഞ്ഞാണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? അതിനെ റൈറ്റ് മോസ്റ്റിലുള്ളതാണ് എന്ത്? ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ്. ഓക്കെ അല്ലേ? ഇത് ചോദിക്കും, ഒരു നമ്പർ തന്നിട്ട് MSD ഏതാണ് LSD ഏതാണെന്ന് ചോദിക്കും. അപ്പൊ MSD ആണെങ്കിൽ ലെഫ്റ്റിലും LSD ആണെങ്കിൽ റൈറ്റിലും. ഓക്കെ, ഇനി നോക്കിക്കോ, ഒരു നമ്പർ തന്നിട്ടുണ്ട് കേട്ടാ. ഈ നമ്പറിന്റെ MSDയും LSDയും ആണ് ചോദിച്ചേക്കണെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ വിളിക്കാം? നോക്കിയേ, ഇതാണ് നമ്മളുടെ എന്ത്? എന്നാണ് MSD. ലെഫ്റ്റിൽ കിടക്കുന്ന ആളാണ് എന്ത്? MSD. ഇനി നമുക്ക് ആരെ നോക്കാം? LSD നോക്കാം. LSD എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റിൽ കിടക്കുന്ന ആളാണല്ലേ? സോ നമുക്ക് റൈറ്റിലുള്ള ആളെ നമുക്ക് എന്ത് വിളിക്കാം?
LSD എന്നും വിളിക്കാം. കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പവുമില്ല അല്ലെ. അപ്പൊ നമുക്ക് പറയുന്നത് ലെഫ്റ്റിലാണെങ്കിൽ MSDയും റൈറ്റിലാണെങ്കിൽ LSDയും. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ പണ്ട് കുഞ്ഞിലേ പഠിച്ചിട്ടുണ്ട്, കുഞ്ഞിലെ ക്ലാസ്സിൽ ഇതാണെങ്കിൽ വൺസിന്റെ പ്ലേസ്, ഇത് ടെൻസിന്റെ പ്ലേസ്, ഇത് ഹൺഡ്രഡ്സിന്റെ പ്ലേസ്. ഈ ഹൺഡ്രഡ്സിന്റെ പ്ലേസ് അല്ലേ മോസ്റ്റ് സിഗ്നിഫിക്കന്റ്. സോ നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? MSD എന്ന് വിളിക്കാം. ഇത് വൺസ് ആണല്ലേ, കുഞ്ഞേതാണ്. അപ്പൊ നമുക്ക് എന്ത് വിളിക്കാം? LSD എന്ന് വിളിക്കാം, ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് വിളിക്കാം. ഒന്നില്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാലും മതി. ഇനി അടുത്തത്, ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് നമ്പർ കൺവേർഷൻസ് ആണ്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ കമ്പ്യൂട്ടറിന് ഏത് ഭാഷയെന്ന് അറിയാം. ഞാൻ ഈ പറഞ്ഞത് കമ്പ്യൂട്ടറിന് മനസ്സിലാവും. കമ്പ്യൂട്ടറിന് ആകെ മനസ്സിലാവുന്ന ഒരു ഭാഷ എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. അതായത് 1ഉം 0യും മാത്രമാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. ഇത് നോക്കി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറെ 1ഉം 0യും കണ്ട. ഇതാണ് നമ്മളെ ബൈനറി ലാംഗ്വേജ്. 0യും 1ഉം മാത്രമേ ഉള്ളൂ, വേറൊരു നമ്പർ പോലും ഇല്ല. ഇങ്ങനെ ഇതാണ് ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? ഇനി ഓരോ നമ്പർ സിസ്റ്റത്തിലോട്ടും നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും നോക്കാം. ഇപ്പൊ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പറിനോ ഒക്ടലിക്ക് ആക്കാനും, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് തിരിച്ച് ബൈനറിക്ക് ആക്കാനും, ഇതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണാത്ത. അപ്പൊ നോക്കിക്കോ, ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ കൺവേർഷൻസിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. അതായത് ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറിയിലോട്ട് മാറിയ, ഡെസിമൽ നമ്പർ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് അടിയിൽ ഒരു 10 ഉണ്ടാവും അല്ലെ, ഇങ്ങനെ നമ്മൾ ഡെസിമലിനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ നമുക്ക് എങ്ങോട്ട് മാറ്റണം? ബൈനറിക്ക് മാറ്റണം. 2ന്റെ 1ഉം 0യിലോട്ട് മാറ്റണം അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞുതരാം. ഫസ്റ്റ് ഡി കണ്ടാല് നിങ്ങൾ ആലോചിക്കേണ്ടത് ഡിവിഷൻ ആണ്. ഡി അല്ലേ ഫസ്റ്റ്? ഡിയുടെ ഡെസിമലിന്റെ ഡിയും ഡിവിഷന്റെ ഡിയും. ഓക്കെ, ഫസ്റ്റ് ഡെസിമൽ എന്ന് കണ്ടാല് എന്തായിരിക്കുള്ളൂ? ഡിവിഷൻ ആയിക്കുള്ളൂ. കുറെ നമ്പർ കൺവേർഷൻസ് വരും, അപ്പൊ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് ഡി കണ്ട് എന്താ ആലോചിക്കുന്നത്? ഡിവിഷൻ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡെസിമൽ ടു ബൈനറി. അപ്പൊ ആദ്യം വന്ന ഡെസിമൽ ആണല്ലേ, ഡി ആണല്ലേ. സോ എന്തായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? ഡിവിഷൻ ആയിരിക്കുള്ളൂ. എന്ത് വെച്ച് ഡിവിഷൻ ചെയ്യണം? അപ്പൊ ബൈനറി, 2 ബൈനറി ആണല്ലേ. 2 ബൈനറി, ബൈനറിയുടെ ബേസ് എത്രയാണ്? 2 അല്ലേ. അപ്പൊ നമുക്ക് 2 വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്? ഡിവിഷൻ ചെയ്യേണ്ടത്. അപ്പൊ നോക്കാട്ടാ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കേ, കൺവേർട്ട് 30, ബേസ് എത്രയാണ്? 10 ആണല്ലേ. 2 ബൈനറി ഇങ്ങനെ ആയിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഈ അടിയിൽ 10 എന്ന് കാണുമ്പോ തന്നെ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ഡെസിമലിൽ നിന്ന് ബൈനറിക്കാണ് മാറ്റണ്ടേ എന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് അവര് ചിലപ്പോ പറയൂല കൺവേർട്ട് ദ ഡെസിമൽ നമ്പർ ഇൻ ടു ബൈനറി, അങ്ങനെ പറയണമെന്നില്ല. അവരിങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻ തരാം. എന്ത്? 30 ബേസ് എത്രയാണ്? 10 ആണ്. 2 ബൈനറി. അപ്പൊ നമ്മെ മനസ്സിലാക്കണത് ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് മാറ്റാനാണ്. ഫസ്റ്റ് ഡി ആണ്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഡിവിഷൻ ആണ്. എന്ത് വെച്ചാ ഡിവിഷൻ ചെയ്യേണ്ടത്? ബൈനറിക്കാണല്ലേ മാറ്റേണ്ടത്. അപ്പൊ ഞാൻ എന്ത് വെച്ച് ഡിവിഷൻ ചെയ്യണം? 2 വെച്ച് ഡിവിഷൻ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാട്ടാ. 30 എന്ന് പറഞ്ഞ നമ്പറിനാണ് തന്നേക്കണത്. അപ്പൊ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 30. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാ? നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്യും. 30ൽ 2 എത്ര ടൈംസ് ഉണ്ട്? 15 ടൈംസ് ഉണ്ടല്ലേ. സോ 2 into 15 30 ആണ്. റിമൈൻഡേഴ്സ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കണം. ഇവിടെ നോക്കിയേ, 2 into 15 ഡയറക്റ്റ് 30 ആണ്. റിമൈൻഡർ വല്ലതും ഉണ്ടാ? റിമൈൻഡർ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? 0 എന്ന് എഴുതി. അതായത് നമ്മൾ ഈ 30നെ ഇങ്ങനെ ഡിവൈഡ് ചെയ്യൂലേ 2 വെച്ച്. അപ്പൊ എനിക്ക് എന്ത് പറയാം? 15 2s are 30. റിമൈൻഡർ എത്രയാണ് വന്നത്? 0 അല്ലേ വന്നത്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് എഴുതി? 0 എന്ന് എഴുതി. കുഴപ്പമുണ്ടാ? ഇനി അടുത്തത് 15 ആണ്. 15 വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണ്. അപ്പൊ 15 ഞാൻ എന്ത് ചെയ്യാൻ പോണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണ്. 15ൽ 2 എത്ര പ്രാവശ്യം ഉണ്ട്? 7 2s are 14 ആണ്. റിമൈൻഡർ എത്ര വന്നു? 1 വന്നല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? ഇവിടെ 1നെ കളക്ട് ചെയ്ത് വെച്ച്. കണ്ട, ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാൻ പോണു? ഓരോ നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്ത് കളക്ട് ചെയ്യാൻ പോണ്ടാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ 7 കിട്ടി. ഇനി നമുക്ക് അടുത്ത് എന്താ? 7ൽ എത്ര 2 ഉണ്ട് നോക്കാം. 7ൽ എത്ര 2 ഉണ്ട്? 2 3s are 6 ആണ്. അവിടെ റിമൈൻഡർ എത്ര വരും? 1 വരും. അത് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത്. ഇനി നോക്കി, 3 ഉണ്ട്. 3ൽ എത്ര 2 ഉണ്ട്? ഒരു 2 ഉള്ളല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ? 2 into 1 is equal to 2 ആണ്. റിമൈൻഡർ എത്ര വന്ന്? 1 വന്ന്. ഇനി ഈ 1ല് 2 പോവൂല. അപ്പൊ നമുക്ക് എന്താ പറയാ? 0 ടൈംസ് ആണ്. പോവാത്തോണ്ട് തന്നെ ഇയാളെ ഞാൻ എന്ത് ചെയ്ത്? ഇങ്ങാട് എടുത്ത് എഴുതി. അപ്പൊ നിങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ ടീച്ചർ, 30 ആയിരുന്നു നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു നമ്പർ. 30നെ ഞാൻ എന്ത് ചെയ്തു? 2 വെച്ചിട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേക്കുള്ള മിസ്റ്റേക്സ് മനസ്സിലാക്കി ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടാ. 30നെ ഞാൻ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ പോവുകയാണ്? ഞാൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ നോക്കിക്കോ, 30 ആണ്.
13 ഞാൻ എന്ത് ചെയ്തു 2 വെച്ച് ഡിവൈഡ് ചെയ്യും. എത്ര പ്രാവശ്യം പോകും? 15 ടൈംസ് പോകും. 15 × 2 എന്ന് പറഞ്ഞാൽ 30 ആണ്. റിമൈൻഡർ എത്രയെന്ന് 0 ആയിരുന്നു. ആ 0 ഞാൻ ഇവിടെ തന്നെ എഴുതി വെച്ച് 15 ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഇവിടെ എഴുതി, ഇത് റിമൈൻഡർ ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ച്. ഇനി 15ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കണം. അപ്പൊ ഞാൻ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പോണ്. 15ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാൻ പോണ്. 7 2s are 40. നമുക്കറിയാലേ റിമൈൻഡർ എത്ര വന്ന് 1 വന്ന്. അപ്പൊ ഞാൻ ഈ 7 ഇവിടെ എഴുതി, റിമൈൻഡർ 1 ഇവിടെ എഴുതി. ഇനി ഈ 7ൽ എത്ര 2 ഉണ്ട് നോക്കണം. 7ൽ എത്ര 2 ഉണ്ട് പറ. നമുക്കറിയാം എന്ത് 7 എത്ര 2 ഉണ്ട്? 3 2s are 6 ആണ്. നമുക്കറിയാം റിമൈൻഡർ എത്രയാണ് 1 ആണ്. ആ റിമൈൻഡർ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എഴുതി. ഈ 3 ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എഴുതി. ഇനി 3ൽ എത്ര 2 ഉണ്ട് നോക്കണം. 3ൽ എത്ര 2 ഉണ്ടോ? ഒരു 2 ആണല്ലേ ഉള്ളത്. ബാക്കി എത്ര വരും? 1 വരും. അത് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ എഴുതി. ഇനി 1, ഈ 1ൽ 2 പോവോ? ഇപ്പുറത്തെ ആളെക്കാട്ടിലും ചെറിയ ആളാണ് ഇപ്പുറത്ത് വന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഡയറക്റ്റ് ഇങ്ങോട്ട് ഇറക്കി എഴുതാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കിട്ടുള്ളൂ. നിങ്ങൾ തന്നെ ഇരുന്ന് ചെയ്യണം. സാധാരണ നമ്മളെ ഡിവിഷൻ ആണ്. നമ്മൾ എന്തിനെ മാത്രം പറക്കി മാറ്റണുള്ളൂ? റിമൈൻഡേഴ്സിനെ മാത്രം പറക്കി മാറ്റണുള്ളൂ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിയേ. കൺവേർട്ട് 75 ബേസ് 10 ടു ബൈനറി എന്നാ പറഞ്ഞിരിക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 75നെ എന്ത് ചെയ്യണം? നമ്മൾ ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2 × 37 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 74 ആണ്. അപ്പൊ റിമൈൻഡർ എത്ര വരും? 1 വരും. നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിക്കോ. ഈ അടുത്തത് 37ൽ എത്ര 2 ഉണ്ടാ നോക്കണത്. 37ൽ 18 പ്രാവശ്യമാണ് ഉള്ളത്. 18 × 2 എന്ന് പറയുമ്പോൾ 36 ആണ് വരാ. അപ്പൊ റിമൈൻഡർ അവിടെ 1 വരെയാണ്. ആ 1 ആണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചേക്കണത്. ഇതിനടുത്ത് നോക്കിയേ 18ൽ എത്ര 2 ഉണ്ടെന്ന്. അപ്പൊ നമുക്കറിയാം 9 2s are 80 എന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 9 2s are 80 എന്ന് എഴുതി. റിമൈൻഡർ ഉണ്ട് അവിടെ? റിമൈൻഡർ ഇല്ല അല്ലെ, ഡയറക്റ്റ് പോയി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? റിമൈൻഡർ ആയിട്ട് 0 എഴുതാം. ഇതിനടുത്തത് 9ൽ എത്ര 2s ഉണ്ടെന്നാ നോക്കേണ്ടത്. 9ൽ എത്ര 2s ആ ഉള്ളത്? 9ൽ എത്ര 2s ആ ഉള്ളത്? 9ൽ 4 2s ആണുള്ളത്. നമുക്കറിയാം എന്ത് 2 × 4 എന്ന് പറഞ്ഞാൽ 8 ആണെന്നറിയാം. ഇവിടെ എത്ര ഉള്ളത്? 9 ആണുള്ളത്. സോ 9ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. ഇനി അടുത്തത് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 4 കിട്ടി അല്ലെ. ഇനി അടുത്തത് 4ൽ എത്ര 2 ഉണ്ട്? എത്ര 2 ഉണ്ട്? 2 2 ഉണ്ട്. 2 × 2 എന്ന് പറയുന്നതാണ് എന്ത്? 4. ഡയറക്റ്റ് പോയി. അപ്പൊ നമുക്ക് ഇവിടെ റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ല, 0. ഇനി അടുത്തത് ഈ 2നെയാണ് നമ്മൾ നോക്കാൻ പോണത്. ഈ 2ൽ എത്ര ഉണ്ട്? എത്ര 2 ഉണ്ട്? 1 2s ഉണ്ട് അല്ലെ. 1 2s are 2. റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ഇനി ഈ 1 പോവോ? അതായത് നമുക്ക് 1ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാൻ പറ്റുമോ? പറ്റൂല അല്ലെ. അതായത് കുഞ്ഞേ നമ്പർ വന്ന് ഈ ഉള്ളിലാണ് ചെറുതാവുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. നമ്മ 1നെ എടുത്ത് എഴുതി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അടിന്ന് മേലോട്ട് എഴുതണം. ഇവിടെ മധ്യ അടിന്ന് മേലോട്ടാണ് എഴുതാം. മേലേന്ന് അടിക്ക് എഴുതി തെറ്റി. അടിന്ന് നമ്മൾ എന്ത് ചെയ്യണം? മേലോട്ട് എഴുതണം. അപ്പൊ ഇവിടെ നോക്കിക്കോ 1 1 1 1 0. ഇവിടെ നമ്മൾ എങ്ങനെ പറഞ്ഞ ബൈനറി നമ്പർ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് 2 ആയിട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ. സോ ഞാൻ 2 ഇട്ട് കൊടുത്തു. ഇവിടെ അടിന്ന് മേലോട്ട് എഴുതുമ്പോ നോക്കിയേ 1 0 0 1 0 1. എന്ത് ചെയ്യാം? നമുക്ക് ബൈനറി ആണെന്ന് കാട്ടാനായിട്ട് 2 ഇട്ട് കൊടുക്കാം. വില കുഴപ്പമുണ്ടാ? ഇനി അടുത്തത് കൺവേർട്ട് 100 ബേസ് എത്രയാണ്? 10 ആണല്ലേ. 2 ബൈനറി. അപ്പൊ നമുക്ക് മനസ്സിലായത് ഡെസിമലിന്ന് ബൈനറിക്ക് ആക്കാനാണെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾ കുറെ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കണം, ചെയ്ത് നോക്കിക്കൊണ്ടേയിരിക്കണം. ഇനി അടുത്ത് നോക്കിയേ 100നെയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? 100നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണ്. 100നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര പ്രാവശ്യം പോകും? നമുക്കറിയാലോ അത് 50 ടൈംസ് പോകും. റിമൈൻഡർ ഉണ്ടാ? ഈ റിമൈൻഡർ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പിള്ളേരെ? ഈ 100നെ ഞാൻ എന്ത് ചെയ്യാൻ പോണ്? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോണ്. അപ്പൊ 50 ടൈംസ് പോവും, 100 പോവും. റിമൈൻഡർ ആണ് എനിക്ക് എന്ത് കിട്ടിയത്? 0. ഈ 0 ആണ് ഞാൻ ഇവിടെ കളക്ട് ചെയ്തേക്കണത്. ഈ കോഷ്യന്റെ അടിയിൽ കിട്ടിയ 50 കണ്ട? ആ 50 ആണ് ഇവിടെ ഇട്ടേക്കണത്. ഇനി നമുക്ക് നോക്കാം 50ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. അപ്പൊ 25 ടൈംസ് ആണ് എന്തുള്ളത്? 2 ഉള്ളത്. സോ ആ 25 ഞാൻ ഇവിടെ ഇടും. എന്നിട്ട് ഡയറക്റ്റ് പോയില്ലേ? 50 ഡയറക്റ്റ് കിട്ടി. അപ്പൊ റിമൈൻഡർ എത്ര വരാ? 0 ആണ് വരാ. ഇനി അടുത്തത് 25ൽ എത്ര 2 ഉണ്ട് നോക്കാം. അപ്പൊ നമുക്കറിയാം 12 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 ആണ് അല്ലെ. ഇവിടെ കൊടുത്തേക്കണ എത്രയും 25 ആണ്. അപ്പൊ നമുക്ക് 25ന് 24 കുറയ്ക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1 റിമൈൻഡർ കിട്ടും. അത് ഞാൻ ഇവിടെ കളക്ട് ചെയ്ത് വെച്ച്. കുഴപ്പമുണ്ടാ? ഇനി അടുത്തത് 12ൽ എത്ര 2 ഉണ്ടെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം 6 2s are 12. ഡയറക്റ്റ് പോയല്ലേ. ഡയറക്റ്റ് പോകുമ്പോ നമുക്ക് എന്താണ്? റിമൈൻഡർ
0. ഇനി അടുത്തത് 6ൽ എത്ര 2 ഉണ്ട് നോക്കാം. 6ൽ എത്ര 2s ഉണ്ട്? 3 2s are 6 ആണെന്ന് നമുക്കറിയാം. റിമൈൻഡർ ഡയറക്റ്റ് പോയി റിമൈൻഡർ 0. ഇനി അടുത്തത് 3ൽ എത്ര 2 ഉണ്ട്? 3ൽ ഒരു 2 ഉള്ളു. 1 2s are 2. ബാക്കി എന്ത് റിമൈൻഡർ എത്ര ഉണ്ട്? 1 ഉണ്ട്. ഇനി ഈ 1ൽ 2 ഉണ്ടാ? ഈ 1ൽ എത്ര 2 ഉണ്ടെന്ന് വെച്ചാൽ എത്ര 2 ഉണ്ട്? ആകെ 0 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ 0 ഇടാം. പോവാത്തോണ്ട് തന്നെ ഇയാൾ എന്ത് ചെയ്യാ? ഇറക്കി എഴുതാം. കുഴപ്പമുണ്ടാ? ഇനി നമ്മ എങ്ങനെ എഴുതാ? ഇവിടെ നിന്ന് ഇങ്ങനെയാണ് എഴുതാ? ആണോ? അല്ല, അടിയിന്ന് മേലോട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്പർ കൺവേർഷൻ കഴിഞ്ഞിട്ട് നമ്പേഴ്സിനെ എഴുതാൻ. ഓക്കെ, അപ്പൊ നോക്കിക്കോ എങ്ങനെ വരും? 1 1 0 0 1 0 0. ഇതാണ് നമ്മളുടെ എന്ത് 100 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഫോം. മനസ്സിലായില്ലേ? നമ്മൾ എന്താ ചെയ്യണ? റിപ്പീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യും. റിപ്പീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യണേണ്ടൊപ്പം റിമൈൻഡേഴ്സിനെ കളക്ട് ചെയ്ത് വെക്കും. ആ റിമൈൻഡേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യും? അടിയിന്ന് മേലോട്ട് എഴുതും. ഓക്കെ അല്ലേ? ഇനി അടുത്ത കൺവേർഷൻ നോക്കാട്ടാ. അടുത്ത കൺവേർഷൻ ഡെസിമൽ ടു ഫ്രാക്ഷൻ ബൈനറി ആണ്. ഈ ഫ്രാക്ഷൻ ബൈനറി എന്ന് പറഞ്ഞാലേ ഇത്രയും നേരം നമ്മൾ ചെയ്തിരുന്നത് സാധാരണ ഇപ്പൊ 10 100 അങ്ങനെയുള്ള നമ്പേഴ്സിന് നമ്മൾ ഇത്രയും നേരം എന്ത് ചെയ്തിരുന്നത്? ഈ പറഞ്ഞ പോലെ ബൈനറിലോട്ട് മാറ്റിയത്. ഇവിടെ പറഞ്ഞേക്കണത് ഡെസിമൽ പാർട്ട് വരുന്നത് പോയിന്റ് വരുന്ന നമ്പേഴ്സിന് എന്താക്കാൻ പറഞ്ഞു? ബൈനറി ആക്കാനാണ് പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഇവിടെ നോക്കി, ഇവിടെ തന്നേക്കണത് 0.625 നമ്മളിവിടെ എന്താക്കാൻ പറഞ്ഞേക്കുന്നത്? ബൈനറി ആക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് വരെയാണെങ്കിൽ, ഡെസിമൽ പാർട്ട് വരെയാണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചേ. ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്നു ഡി ഫസ്റ്റ് കണ്ട ഡിവിഷൻ ആണെന്ന്. പക്ഷെ ഡി ഫസ്റ്റ് വരുമ്പോൾ എന്താ വരുത്? ഡെസിമൽ പാർട്ട് വരരുത്. ഡെസിമൽ പാർട്ട് വരെയാണെങ്കിൽ എന്തായിരിക്കണം? മൾട്ടിപ്ലിക്കേഷൻ. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ വന്നേക്കുന്ന 0 പോയിന്റ് ആണല്ലേ. പോയിന്റ് വരുന്നോട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. സോ നോക്കിക്കോ, 0.625 ഇന്റെ എന്താ ചെയ്യേണ്ടത്? ബൈനറി കാര്യം ഇൻറ്റു 2 ചെയ്യാം. 2 ചെയ്യുമ്പോൾ നമുക്ക് 1.25 എന്നാ കിട്ടാം. ഈ 1.25ന്റെ 1 ഇല്ലേ, ഈ 1 ഞാൻ എന്ത് ചെയ്തു? ഇവിടെ മാറ്റി വെച്ച്. ഇതിനടുത്ത് എന്താ ചെയ്യാ? ഇവിടെ 0.25 ഇല്ലേ, ആ 0.25 ഇറക്കി എഴുതാം. 0.25 അയാൾ എന്ത് ചെയ്യാ? ഇൻറ്റു 2 ചെയ്യാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 0.50 കിട്ടും. ഇനി ഇവിടെ വന്നേക്കുന്ന ആളാരാണ്? 0. അയാളെ ഞാൻ എന്ത് ചെയ്ത്? മാറ്റി വെച്ച്. ഇനി ഇവിടെ വന്നേക്കണത് 0.50 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണേ? ഈ 0.50നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1.00 എന്ന് കിട്ടും. 1.00 കിട്ടാൻ നിർത്താം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ 1നെയും ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യാൻ പോണ്? മാറ്റി വെക്കാൻ പോണു. ഇനി ഇത്രയും നാളെ നമ്മ അടിയിന്ന് മേലോട്ടായിരുന്നു എഴുതിയിരുന്നത്. പക്ഷെ ഫ്രാക്ഷൻ വരുമ്പോ നമ്മള് മേലേന്ന് അടിയിലേക്ക് വേണം എഴുതാനായിട്ട്. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 0.101. ബേസ് എത്രയാണ്? 2. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ ആണ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പീറ്റ് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ പോയിന്റിന് തൊട്ട് മുന്നുള്ള ആളെ നമ്മൾ എടുത്ത് വെക്കണം, തൊട്ടിപ്പുറത്തുള്ള ആള് പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും പിടിച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇങ്ങനത്തെ ഇത് എപ്പ മാത്രം ചെയ്യണുള്ളൂ? പോയിന്റിന്റെ കേസിൽ മാത്രം, ഡെസിമൽ പാർട്ടിന്റെ കേസിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ. അപ്പൊ നേരത്തെ പറഞ്ഞിരുന്ന ഡെസിമലിന് ആദ്യം കണ്ട നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഫ്രാക്ഷൻ ഒന്നുമില്ല, 120 കൊടുത്തേക്കണത്. സോ ഡെസിമലിന് കണ്ട എന്താ ചെയ്യേണ്ടത്? ഡിവിഷൻ ആണല്ലേ ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. എന്ത് വെച്ചാണ് ഡിവിഷൻ ചെയ്യാ? ഒക്ടൽ, 2 ഒക്ടൽ എന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമുക്ക് എന്ത് വെച്ച് ഡിവിഷൻ ചെയ്യണം? ഡിവിഷൻ ബൈ എന്തോണ്ടാ? 8 കൊണ്ട്. ഓക്കെ അല്ലേ? നേരത്തെ നോക്കിയേ, ഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞോണ്ട് നമ്മ എന്താ? ഡിവിഷൻ ബൈ 2 കൊണ്ട് ചെയ്ത്, ബൈനറി ആയതുകൊണ്ട്. ഇവിടെ ഡെസിമൽ ടു ഒക്ടൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒക്ടൽ ആണ്. സോ ഡിവിഷൻ ബൈ 8 ആണ്. അങ്ങനെയാണ് ആലോചിക്കേണ്ടത്. ഡി എന്ന് കണ്ട ഡിവിഷൻ ഇപ്പുറത്തുള്ള ആളുടെ ബേസ്. എന്ത് വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പുറത്തുള്ള ആളെ ബേസ് തീരുമാനിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ, കൺവേർട്ട് 120 ബേസ് 10 ടു ഒക്ടൽ. 120 ബേസ് 10 എന്ന് വെച്ചാൽ എന്താ? ഡെസിമലിന്ന് ഒക്ടലിലേക്ക്. അപ്പൊ ബേസ് നോക്കണം. ബേസിൽ നിന്നാണ് നമ്മൾ നമ്പർ ഏതിലോട്ടാണോ മനസ്സിലാക്കണത്. ഇവിടെ ബേസ് 10 കൊടുത്തോണ്ട് നമുക്ക് എന്ത് പറയാം? ഡെസിമലിന്നാണെന്ന് പറയാം. അല്ല, എനിക്ക് മനസ്സിലാവും ഡെസിമലിന് എന്തിനാണ് കൺവേർട്ട് ചെയ്യണമെന്ന്. സോ എന്തിനാണ് കൺവേർട്ട് ചെയ്യണമെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യണത് ഈ ബേസ് വെച്ചിട്ടാണ്. അപ്പൊ എനിക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഡെസിമൽ ആയിട്ടുള്ള 120 എന്ന് പറഞ്ഞ നമ്പർ ഒക്ടലിലോട്ടാണ് മാറ്റാൻ പറഞ്ഞത്. എനിക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് മാറ്റിയാലോ? 120 എന്ന് പറഞ്ഞ നമ്പർ ഉണ്ട്.
അതിന് ഞാൻ എന്ത് ചെയ്യാൻ പോണ്, 8 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണ്. അപ്പൊ നമുക്കറിയാം എന്ത്, 8 15 പ്രാവശ്യം പോകുമ്പോ നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടിയാണ്, 120 കിട്ടിയാണ്. 15 × 8 എന്ന് പറഞ്ഞാൽ 120 അതുകൊണ്ട് തന്നെ റിമൈൻഡർ എത്ര വന്ന് 0 വന്ന്. ഇനി അടുത്തത് 15ൽ എത്ര 8 ഉണ്ട്, ഒരു 8 ആണല്ലേ ഉള്ളത്. സോ 1 × 8 എന്ന് പറയുമ്പോ ആണ്, ബാക്കി നമുക്ക് എന്ത് കിട്ടും, 7 കിട്ടും റിമൈൻഡർ. ഇനി അടുത്ത് നോക്കിയേ, ഈ 1ൽ 8 പോവോ? അപ്പൊ കുഞ്ഞ നമ്പർ വന്നല്ലോ, ഉള്ളിൽ കുഞ്ഞ നമ്പർ വന്ന് നിങ്ങൾ അവിടെ വെച്ച് നിർത്തിക്കോ. ഇത് വേണമെന്നില്ല, അവിടെ വെച്ച് നിർത്തിക്കോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഇത് പോകൂല എന്ന് കാണുമ്പോ ഇയാൾ എന്ത് ചെയ്യും, ഇവിടേക്ക് ഇങ്ങോട്ട് ഇറക്കിയതാ, അടിയിന്ന് മേലോട്ട് എഴുതാ. സോ നമുക്ക് കിട്ടിയത് 120 ആയിരുന്നു നമ്മളെ നമ്പർ. ബേസ് എത്രയായിരുന്നു, 10 ആയിരുന്നു. ക്വസ്റ്റ്യൻ തന്നല്ലേ, ഒക്ടലിക്കാണ് ആക്കാൻ പറഞ്ഞത്. നമുക്ക് എന്ത് കിട്ടി ഇവിടെ, 170. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്, 170. ബേസ് എത്രയാണ്, 8. കാരണം എന്താ, ഒക്ടലിക്കാണ് മാറ്റാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ബേസ് എത്ര വന്നത്, 8 വന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് 2 octal എന്ന് പറഞ്ഞ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, 8 വെച്ച് ഡിവൈഡ് ചെയ്യണം കേട്ടാ. ഇനി അടുത്തത് റിമൈൻഡേഴ്സ് കളക്ട് ചെയ്ത് വെക്കേണ്ട കാര്യം നിങ്ങൾ ഓർഡർ ആയിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരൂല. ഇനി അടുത്തത് ഡെസിമൽ ടു ഹെക്സാഡെസിമലിനാണ്. അപ്പൊ നമുക്കറിയാം ഡെസിമലിന് ഫസ്റ്റ് കണ്ട എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. 2 ഹെക്സാഡെസിമൽ, ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ് 16. സോ നമുക്ക് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം, ഡിവിഷൻ ബൈ 16 ആയിരിക്കുള്ളൂ. അപ്പൊ നീ എങ്ങനെയാണ് മനസ്സിലാക്കണത്, ഡെസിമലിന് കണ്ട ഡിവിഷൻ, ഡെസിമൽ 2 കണ്ട ഡിവിഷൻ, ഏത് നമ്പർ വെച്ച് ഡിവിഷൻ ചെയ്യണം, ഈ നമ്പർ വെച്ച്. ഇപ്പുറത്ത് 2 എന്തിൽക്കാണോ അത് വെച്ചാണ് ഡിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിക്കോ, കൺവേർട്ട് 165 ബേസ് 10 ടു ഹെക്സാഡെസിമൽ. 165 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അതിന്റെ ബേസ് എത്ര കൊടുത്തേക്കുന്നത്, 10 ആണ് കൊടുത്തേക്കുന്നത്. ഈ നമ്പറിനെ ഹെക്സാഡെസിമലിലോട്ട് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കിക്കോ, 165 ബേസ് എത്രയാണ്, 16 ആണ് ബേസ്. ഇനി നമുക്ക് നോക്കാം, നമുക്കറിയാം 16 × 10 160 ആണ് അല്ലെ. റിമൈൻഡർ എത്ര വരും, 5 വരും. നമുക്ക് അറിയണ കാര്യമാണ്. ആ റിമൈൻഡർ ഞാൻ അവിടെ തന്നെ എഴുതി വെച്ച്. ഇനി 10ല് 16 പോവൂല അല്ലെ. ഇവിടെ ഉള്ളിൽ കുഞ്ഞേ നമ്പർ വന്ന് അവിടെ വെച്ച് നിർത്തിക്കോളാൻ പറഞ്ഞിരുന്നു. അപ്പൊ പോവൂല. നമുക്ക് ഇയാൾ എന്ത് ചെയ്യാ, ഇതേപോലെ തന്നെ ഇറക്കി എഴുതാ. അവിടെ നമ്മൾ അടിയിൽ മേലോട്ട് എഴുതുമ്പോ 10 5 ഇങ്ങനെയാണ് എഴുതാ അല്ല അല്ലെ. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഓരോ നമ്പറിനെയും ആ രീതിയിൽ റെപ്രസെന്റ് നമ്മൾ പറഞ്ഞിരുന്നത്. 10 എന്ന് പറഞ്ഞ എന്താണ്, A ആണ്. നമുക്ക് അറിയണ കാര്യമല്ലേ. സോ ഇതെന്താ, A5. ഓക്കെ, ഇവിടെ നോക്കിയേ, A5 ബേസ് എത്രയാണ്, 16. കാരണം ഇവിടെ 2 ഹെക്സാഡെസിമൽ എന്നാണ് പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന നമ്പർ നോക്കണം. ആ നമ്പർ ഇതുപോലെ എടുത്ത് എഴുതി വെക്കരുത്, തെറ്റാണ്. ടീച്ചർ തെറ്റിടും. എന്ത് ചെയ്യണം, കിട്ടുന്ന നമ്പറിന് A ആണോ B ആണോ C ആണോ എന്താണോ അതിലേക്ക് മാറ്റണം. ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല കേട്ടോ. അല്ലാണ്ട് ഏതെങ്കിലും നമ്പർ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി കിട്ടുന്നത് നമ്മളെ റിമൈൻഡർ ആയിട്ട് കിട്ടുന്നത് 10 10ൽ മേലെയാണോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 15 നമ്പേഴ്സ് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യണം, നമ്മളെ ABCD യൂസ് ചെയ്യണം കേട്ടാ. ഇനി അടുത്തത് ഇപ്പൊ നമ്മള് ഡെസിമൽ 2 എന്തൊക്കെ പഠിച്ചത്, നമ്മളിപ്പോ എന്തൊക്കെ പഠിച്ചു നോക്കാട്ടെ. നമുക്ക് ഡെസിമലിൽ നിന്ന് നമ്മള് ബൈനറിക്ക് ആക്കാൻ പഠിച്ച്, ഈ ഡെസിമലിൽ നിന്ന് നമ്പർ ഒക്ടലിക്ക് ആക്കാൻ പഠിച്ച്, ഈ ഡെസിമലിൽ നമ്മള് ഹെക്സാഡെസിമലിക്ക് ആക്കാൻ പഠിച്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി ഡെസിമലിൽ നിന്ന് ബൈനറിക്ക് ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്, ഡിവിഷൻ ആണല്ലേ. ഡിവിഷൻ ബൈ എന്താ ചെയ്തത്, ഡിവിഷൻ ബൈ 2 ആണ് ചെയ്തത്. ഇനി ഒക്ടലിക്ക് ആക്കാൻ നമ്മൾ എന്താ ചെയ്തത്, ഡിവിഷൻ ബൈ 8 ആണ് ചെയ്തത്. ഇനി ഹെക്സാഡെസിമലിക്ക് ആക്കാനോ ഡിവിഷൻ ബൈ 16 ആണ് ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ച്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് നേരെ തിരിച്ചാണ്. ബൈനറിന്ന് എങ്ങനെ ഡെസിമലിക്ക് ആക്കാം, ഒക്ടലിന്ന് എങ്ങനെ ഡെസിമലിക്ക് ആക്കാം, ഹെക്സാഡെസിമലിന്ന് എങ്ങനെ ഡെസിമലിക്ക് ആക്കാം. ഓക്കെ, അപ്പൊ നേരെ തിരിഞ്ഞ്. അപ്പൊ നോക്കിയേ, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻസ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞേ, നേരത്തെ പറഞ്ഞിരുന്നു ഡെസിമലിന് ആദ്യം വന്ന എന്താ ചെയ്യേണ്ടത്, ഡിവിഷൻ ആണ് ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം D ആണോ അല്ല, ഡെസിമലിനാണോ അല്ല, ബൈനറി ടു ഡെസിമൽ ആണല്ലേ, രണ്ടാമതാണ് ഡെസിമൽ വന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആലോചിച്ച് വെച്ചോ, ഫസ്റ്റ് D കണ്ട ഡിവിഷനും രണ്ടാമത് D കണ്ടാൽ എന്താ ചെയ്യേണ്ടത്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. മാറിപ്പോവരുത്. ഫസ്റ്റ് D കണ്ട എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. രണ്ടാമത് D കണ്ടാലോ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് എഴുതി വെക്കൂടാ, ഫസ്റ്റ് ആണ് D എങ്കിൽ എന്ത് ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. നമ്മളെ മോഡുലസിന്റെ സിമ്പൽ ആണ് ട്ടാ, ഡിവിഷൻ ചെയ്യണം. ഇനി സെക്കൻഡ് ആണ് D കാണണമെങ്കിൽ നമ്മ എന്ത് ചെയ്യണം,
മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയ സെക്കൻഡ് ആണല്ലേ ഡി കണ്ടത്. അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത് എന്തിനു വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇവിടെ നോക്കിയേ, എനിക്ക് ഇവിടെ കൺവേർട്ട് ചെയ്യേണ്ട ഒരു ബൈനറി നമ്പർ ആണ് ഇത്. ഇതിനെനിക്ക് ഡെസിമലിക്കാണ് ആക്കേണ്ടത് അല്ലെ. അപ്പൊ ബൈനറി നമ്പറിനല്ലേ എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു വെയിറ്റ് വേണം. നമ്മളെ വെയിറ്റ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അറിയോ? ഈ നമ്പർ കണ്ട, ഈ നമ്പർ ആണ് ഈ കൊടുത്തേക്കണത് കേട്ടോ. ഈ സെയിം നമ്പർ ആണ് ഈ കൊടുത്തേക്കണത്. ഇതിന് ഓരോ വെയിറ്റ് ഉണ്ട്. വെയിറ്റ് നമ്മൾ ഇവിടെ ഈ അറ്റത്ത് നിന്നാണ് എഴുതി തുടങ്ങാം. ഇവിടെ നോക്കിയേ, 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5. ഇപ്പുറത്തെ ഒരാളുണ്ടെങ്കിൽ 2⁻6 അങ്ങനെ പോകും. അപ്പൊ ഈ അറ്റം തുടങ്ങി നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് ഇട്ട് കൊടുക്കണം. ഇതിനെ പറയാം വെയിറ്റ് എന്നും ഇതിനെ പറയാം ബിറ്റ് എന്നാണ്. ഈ ഓരോ നമ്പേഴ്സിന്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കോട്ടെ, ഈച്ച് നമ്പർ ഇൻ എ ബൈനറി നമ്പർ സിസ്റ്റം ആർ കോൾഡ് ഡാഷ് എന്നാണ് ബിറ്റ്സ്. എഴുതി വെച്ചോ, ഈച്ച് നമ്പർ ഇന്നെന്ത് ബൈനറി നമ്പർ സിസ്റ്റം എന്തെന്നാണ് അതിനെ പറയാ? ബിറ്റ് ട്ടാ, മാറിപ്പോവരുത്. നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ആർ കോൾഡ് എന്ത്? ബേസ്. ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പർ ആണോ ഉള്ളത് അതിനെ നമ്മൾ എന്ത് വിളിക്കും? ബേസ്. അല്ല ഇനി ചോദിക്കണത് നമ്പർ സിസ്റ്റത്തിലെ ഓരോ നമ്പറിനെയും എന്ത് പറയും എന്നാണ് ചോദിക്കണത്. നമുക്ക് എന്ത് പറയാം? ബിറ്റ്. ചോദിക്കൂട്ടാ. അപ്പൊ നോക്കിക്കോ, ഈ ഓരോ നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? ബിറ്റ് എന്ന് വിളിക്കാം. ഓരോ ബിറ്റിനും നമ്മൾ എന്ത് കൊടുക്കാൻ പോണ്? വെയിറ്റ് കൊടുക്കാൻ പോണ്. വെയിറ്റ് എങ്ങനെ കൊടുക്ക? ഈ അറ്റത്ത് നിന്നാണ് കൊടുക്ക. എങ്ങനെ? 2⁻0, 2⁻1, 2⁻2, 2⁻3 അങ്ങനെ അങ്ങോട്ട് പോവാം. അങ്ങനെ റൈറ്റിലോട്ട് പോയാൽ മതി. ലെഫ്റ്റിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇപ്പൊ 1 × 2⁵5 പ്ലസ് 1 × 2⁴ പ്ലസ് 0 × 2⁵3 പ്ലസ് 0 × 2⁵2 പ്ലസ് 1 × 2⁻1 പ്ലസ് 0 × 2⁵3. ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണ്? പ്ലസ് ചെയ്യണീന്റെ ഇടയിലൊക്കെ. ഇതാണ് ഇനി നടക്കാൻ പോണത്. കണ്ടോ? ഇപ്പൊ ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഇപ്പൊ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. നോക്കിക്കോ, ഈ നമ്പറിനെ നമ്മ എന്ത് ചെയ്യാൻ പോണു? ഡെസിമലിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പോണു. ഈ വെയിറ്റ് ഇരുന്ന ഭാഗം മനസ്സിലായില്ലേ? ആ നമ്പർ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓരോരുത്തർക്കും ഓരോ വെയിറ്റ് ഇട്ട് കൊടുത്ത്. ഈ അറ്റത്ത് നിന്നാ തുടങ്ങിയത്. ഈ അറ്റം തുടങ്ങിയത് ഞാൻ എന്ത് ചെയ്തു? ഇതാണ് 2⁻0, ഇതാണ് 2⁻1. ഇങ്ങനെ കൊടുത്ത് പോയേക്കണേണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാ? നമ്മളെ കാര്യം ചെയ്യാട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോണു 1 × ഇതാണ് നമ്മളെ 1. നമ്മളെ ഫസ്റ്റത്തെ നമ്പർ ആണ് ഇത്. അത് നമുക്ക് കിട്ടിയ 2⁵5 ആണ്. അപ്പൊ 1 × 2⁵5 പ്ലസ് അടുത്ത നമ്പർ 1 × 2⁴ പ്ലസ് അടുത്ത നമ്പർ 0 × 2⁵3 പ്ലസ് അടുത്ത നമ്പർ 0 × 2⁵2 പ്ലസ് 1 × 2⁵1 പ്ലസ് 0 × 2⁵0. ഓക്കെ അല്ലേ? ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വെയിറ്റ് ഇട്ട് കൊടുക്കുമ്പോഴേ 2⁻1 സ്റ്റാർട്ട് ചെയ്യരുത്. എപ്പോഴും 2⁻0 വേണം സ്റ്റാർട്ട് ചെയ്യാനിട്ടാ. മാറിപ്പോവരുത്. നമുക്ക് 1 സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എല്ലാ കാര്യങ്ങളും 0 സ്റ്റാർട്ട് ചെയ്യണത്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാ 32 പ്ലസ് 16 പ്ലസ് 0 പ്ലസ് 0 പ്ലസ് 2 പ്ലസ് 0 = 50. ഇനി ഞാനൊരു കാര്യം പറഞ്ഞേ, 2⁻0 എന്ന് പറഞ്ഞ എത്രയാണ്? 1 ആണ് ട്ടാ. അത് മാറിപ്പോവാറുണ്ട്. ഇവിടെ 0 × 2⁻0 ആയതുകൊണ്ടാണ് 0. ഓക്കെ. ഇനി നമുക്ക് ഇതെല്ലാവരും കൂടി കിട്ടും. നമുക്ക് എത്ര കിട്ടും? 50 ബേസ് 10 ആയിട്ട് കിട്ടും. ഓക്കെ അല്ലേ? ഇത് നിങ്ങൾക്ക് ഇനി കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്ത് വെച്ചോ. പൊതുവെ എല്ലാവരും ഇതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് ഇത് മാത്രം തെറ്റിച്ചു വെക്കും. അങ്ങനെ ഒന്നും ചെയ്യരുത് ട്ടാ. ഇനി അടുത്ത കൺവേർഷൻ. അപ്പൊ നമുക്ക് അറിയാം എന്താ? ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ. ഈ ബൈനറി ഫ്രാക്ഷൻ ടു ഡെസിമൽ എന്ന് പറയുമ്പോ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ പോയിന്റ് ഉള്ള നമ്പേഴ്സിനാണ്. ഇവിടെ നോക്കിയേ, 0.101 ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ ചെയ്തത് എന്തിനായിരുന്നു? പോയിന്റ് വരാത്ത നമ്പർ ആയിരുന്നു ചെയ്തത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത്? 2⁻0, 2⁻1, 2⁻2, 2⁻3 ഇങ്ങനെ പോയി. ഇനി അടുത്ത നോക്കിയേ, പോയിന്റ് വരുന്ന നമ്പർ ആണല്ലേ. ഇവിടെ 0 പോയിന്റ് എന്ന് വന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതതുപോലെ തന്നെ എടുത്തത് എന്താ? 101. അതുപോലെ തന്നെ എടുത്ത് എഴുതി. ഇനി ഡെസിമൽ ആണല്ലേ. ഡെസിമൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. എന്നിട്ട് എന്ത് ചെയ്യാ? വെയിറ്റ് കൊടുക്കുക. എങ്ങനെ? 2⁻1, 2⁻2, 2⁻3 ഇങ്ങനെയാണ് വെയിറ്റ് കൊടുക്കുക. ഇനി ഞാൻ കൊടുക്കണം ഇങ്ങനെ നോക്കിയേ, 600. അടുത്ത നമ്പർ നോക്കിക്കോട്ടാ. ഇങ്ങനെയാണെന്ന് വിചാരിക്കേ, 10110.001 ഇങ്ങനെയാണ്.
ഇതിന് എനിക്ക് എന്താക്കണം, ഡെസിമലിലേക്ക് മാറണം. അപ്പൊ ഞാൻ എങ്ങനെ വെയിറ്റ് കൊടുക്ക, ഇവിടെ നിന്നുള്ളതൊക്കെ പോയിന്റ് പറഞ്ഞതിന് മുന്നുള്ളത് ഇവിടെ നമുക്ക് എങ്ങനെ തുടങ്ങാം, 2⁻0, 2⁻1, 2⁻2, 2⁻3, 2⁻4, 2⁻5. ഇനി ഡെസിമലിന് ശേഷമുള്ളതില് അത് നമുക്ക് എങ്ങനെ പോകണം, മൈനസിലോട്ട് പോകണം. 2⁻−1, 2⁻2, 2⁻3. ഇങ്ങനെ വേണം വെയിറ്റ് കൊടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് എന്തില്ല, ഇപ്പുറത്തേക്കൊന്നും തന്നിട്ടൊന്നുമില്ല. ആകെ നമ്മളാ പോയിന്റിന്റെ അപ്പുറത്തെ ആൾക്കാരെ മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അവരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. അവരെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിട്ടുണ്ടല്ലേ, അവർ ഈ നമ്പർ അതുപോലെ തന്നെ 101 അത് അതുപോലെ തന്നെ ബിറ്റായിട്ട് എഴുതി വെച്ച് ഇനി വെയിറ്റ് കൊടുക്കാം. പോയിന്റിന്റെ ഇപ്പുറമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ വെയിറ്റ് കൊടുക്കാം, മൈനസ് ആയിട്ടാ കൊടുക്കുക. 2⁻−1 എങ്ങനെയാണ്, 2⁻−1, 2⁻−2, 2⁻−3. ഇതുപോലെയാണ് നമ്മൾ എന്ത് കൊടുത്തേക്കണത്, ഡെസിമൽ പാർട്ട് വരുമ്പോ എന്ത് കൊടുക്കേണ്ടത്, വെയിറ്റ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യാം, നേരത്തെ ചെയ്ത പോലെ തന്നെ അത് അങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചെയ്യാം, 1 × 2⁻−1 എഴുതി, പ്ലസ് 0 × 2⁻2 എഴുതി, പ്ലസ് 1 × 2⁻3. ഓക്കെ അല്ലേ? ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടും 0.1 പ്ലസ് 0 പ്ലസ് 0.125 നമുക്ക് എത്ര കിട്ടി, 0.625. ബേസ് എത്രയാണ്, 10. നമുക്ക് ഇവിടെ 2 ഡെസിമൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ബേസ് എത്രയാണ്, 10. ഓക്കെ. ഇനി അടുത്തത് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പൊ ടീച്ചർ പറഞ്ഞിരുന്നത് എന്ത്, നമ്മള് കൺവേർട്ട് ചെയ്യുമ്പോ ഫസ്റ്റ് ഡി കണ്ട ഡിവിഷനും സെക്കൻഡ് ഡി കണ്ട എന്താ, മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് പറഞ്ഞിരുന്നല്ലേ. ഇവിടെ സെക്കൻഡ് അല്ലേ ഡി വന്നേക്കണത്. അപ്പൊ നമുക്കറിയാം എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, അത് നമുക്കറിയാം, എന്ത്, ഒക്ടൽ ടു എന്നാണ് പറഞ്ഞേക്കണത്. സോ നമുക്ക് എന്ത് ചെയ്യണം, 8ന്റെ വെയിറ്റ് ആയിരിക്കും കൊടുക്കും. ഇവിടെ നോക്കിയേ, നമ്മൾ നമ്പർ 167, ഞാനത് ഒക്ടൽ ബിറ്റ് എഴുതിയ 167 അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി വെയിറ്റ് കൊടുക്കണം. വെയിറ്റ് നമ്മൾ നേരത്തെ 2 ബൈനറി അല്ലെങ്കിൽ ബൈനറി 2 ഡെസിമൽ എന്നായതുകൊണ്ട് നമ്മൾ 2⁻². ഇവിടെ ഒക്ടൽ 2 ഡെസിമൽ. അപ്പൊ ഒക്ടലിന്റെ ബേസ് എത്രയാണ്, 8 ആണല്ലേ. സോ നമ്മൾ ഇനി കൊടുക്കുമ്പോ 8⁻² എന്ന് പറയണം. അപ്പൊ 8⁻0, 8⁻1, 8⁻2. ഓക്കെ അല്ലേ? രണ്ടാമത് ഡെസിമൽ വന്നിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. എന്ത് വെച്ച് ചെയ്യും, എന്തിൽ നിന്നാണോ മാറ്റേണ്ടത് അതിന്റെ ബേസ് വെച്ച് വേണം ചെയ്യാൻ. ഇവിടെ ഒക്ടലിൽ നിന്നാണ് മാറ്റേണ്ടത്, അതുകൊണ്ട് തന്നെ അതിന്റെ ബേസ് എത്രയാണ്, ഒക്ടലിന്റെ 8 ആണ്. സോ വെയിറ്റ് വരെ 8⁻0, 8⁻1, 8⁻2 അങ്ങനെ പോകും. അപ്പൊ നമുക്ക് ചെയ്യാം, 167 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യും, 1 × 8⁻2 പ്ലസ് 6 × 8⁻1 പ്ലസ് 7 × 8⁻6. ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടാ. ഇതാണ് നമ്മളെ 1 × 8⁻2 പ്ലസ് 6 × 8⁻1 പ്ലസ് 7 × 8⁻0 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, 119. ബേസ് എത്രയാണ്, 10. ഓക്കെ അല്ലേ? ഇനി അടുത്ത കൺവേർഷൻ നോക്കാം, ഹെക്സാഡെസിമൽ ടു എന്താ, ഡെസിമൽ കൺവേർഷൻ. അപ്പൊ രണ്ടാമത് ആ ഡി വന്നത് നമുക്ക് എന്ത് മനസ്സിലാക്കും, അതിന്ന് എന്ന് മനസ്സിലാക്കുന്ന രണ്ടാമത് ഡി വന്നാല് മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് മനസ്സിലാവും. എന്ത് വെച്ചാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, ഹെക്സാഡെസിമൽ 2 എന്നാണല്ലേ. ഈ ഹെക്സാഡെസിമലിന്റെ ബേസ് എത്രയാണ്, 16 ആണ്. ഈ ബേസ് എവിടെ നിന്ന് വന്നു പറഞ്ഞ് മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം പഠിച്ചത് നമ്പർ സിസ്റ്റം പഠിച്ച്, അതിൽ ഓരോ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് നമ്മൾ പഠിച്ച്. ഈ ബേസിന്റെ കറസ്പോണ്ടിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്തേക്കണത്, ഈ മൾട്ടിപ്ലൈ ചെയ്തേക്കണത് കേട്ടാ. അപ്പൊ നോക്കിക്കോ, ഹെക്സാഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കണം, വെയിറ്റ് കൊടുക്കണം. വെയിറ്റ് എന്തിന്റെ ബേസിൽ കൊടുക്കും, നമ്മള് ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് 16⁻². ഇവിടെ കൊടുത്തിട്ട് 2b5 ഓർത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ എടുത്ത് എഴുതാൻ കൂടെ ഹെക്സാഡെസിമലിന്റെ ബിറ്റ് 2b5. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് തന്നെ 60⁻0, 60⁻1, 60⁻2 എഴുതി, കുഴപ്പമില്ലല്ലോ. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവരെ പിടിച്ച് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാ, പ്ലസ് ചെയ്യാ. സോ ചെയ്തോ, 2 × 60⁻2 എഴുതി, പ്ലസ് 11 × 60⁻1. ബി എന്ന് പറഞ്ഞ എന്താ, എ എന്ന് പറഞ്ഞ എന്താ, എ എന്ന് പറഞ്ഞാൽ എന്താ, 10. ബി എന്ന് പറഞ്ഞാൽ എന്താ, 11. സോ നമുക്ക് എന്ത് ചെയ്യാം, 11 × 60⁻1. ഇനി 5 × 60⁻0. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 60⁻0 എന്ന് പറഞ്ഞാൽ എന്താ, 1 ആണ്. ഏതെങ്കിലും ഒരു നമ്പർ
റേസ് ടു 0 എന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസർ 1 ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടെ 1 വരും. 5 × 1 = 5. എല്ലാവരും തെറ്റിക്കാറുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. എന്ത് നമ്പർ റേസ് ടു 0 വന്നാലും അതിന്റെ ആൻസർ 1 ആയിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 512 പ്ലസ് 176 പ്ലസ് 5 = 693. ബേസ് എത്രയാണ്? 10. ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഒക്ടൽ ടു ബൈനറി. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ എഴുതിയ പോലെ എഴുതി വെക്ക കാര്യങ്ങളൊക്കെ. ഇപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? എല്ലാത്തിനും ഡെസിമലേക്ക് ആക്കാൻ പഠിച്ചല്ലേ? നോക്കിക്കോ, നമ്മൾ ഇതൊക്കെ പഠിച്ചു നോക്കാട്ടാ. എല്ലാ നമ്പറിന്നും നമ്മൾ ഡെസിമലേക്ക് ആക്കാൻ പഠിച്ചു. നമ്മൾ ആദ്യം ബൈനറിന്ന് ഡെസിമലേക്ക് ആക്കാൻ പഠിച്ചു, ഒക്ടലിന്ന് ഡെസിമലേക്ക് ആക്കാൻ പഠിച്ചു, പിന്നെ എന്തിന്ന് പഠിച്ചു? ഹെക്സാഡെസിമലിന്ന് ഡെസിമലേക്ക് ആക്കാൻ പഠിച്ചു. രണ്ടാമത് ഡി വന്നുകൊണ്ടന്നെ നമ്മൾ എന്താ ചെയ്തത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. എന്ത് വെച്ചിട്ടാ മൾട്ടിപ്ലിക്കേഷൻ? എന്താ വെയിറ്റ് എടുത്തത്? ഇവിടെ ബൈനറി 2 ആയിട്ട് നമ്മൾ 2⁻0 2⁻1 അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ ഡെസിമൽ അതായത് ഒക്ടലാണ് നമ്മൾ എന്താ ചെയ്തത്? 8⁻0 8⁻1 അങ്ങനെയാണ് ചെയ്തത്. ഹെക്സാഡെസിമൽ ആയപ്പോ നമ്മൾ എന്ത് ചെയ്ത്? 60⁻0 60⁻1 അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തത് ഒക്ടലിന്ന് ബൈനറിക്ക് ആക്കാനാണ്. ഒക്ടലിന്ന് ബൈനറിക്ക് ആക്കാൻ നമുക്ക് ഓരോ നമ്പേഴ്സിന്റെ ബൈനറി ഫോം അറിയണം. 3 ഡിജിറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം ഒക്ടൽ നമ്പേഴ്സിന്. അപ്പൊ അതിന്റെ ബൈനറി ഫോം അറിയാനായിട്ടേ ഒരു സിമ്പിൾ ട്രിക്ക് കാണിച്ചുതരാം. നിങ്ങള് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ എന്ന് കാണുമ്പോ ആലോചിക്കേണ്ട നമ്പർ ആണ് 421. വെറുതെ ഒരു രസത്തിന് ആലോചിച്ച് വെക്കുന്നത് 421. ഇനി എങ്ങനെ ഇവിടെ കൊടുത്തേക്കുന്നുണ്ടാ? ഒക്ടൽ ഡിജിറ്റ് ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി. ഇപ്പൊ 0 ആണെങ്കിൽ 00, 1 ആണെങ്കിൽ 001, 2 ആണെങ്കിൽ 0010, 3 ആണെങ്കിൽ 011. ഇതെങ്ങനെ കിട്ടി? ഈ ബൈനറി ഇക്വാലൻസ് എങ്ങനെ കിട്ടി? നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. പക്ഷെ സിമ്പിൾ ആയിട്ടൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട ഒരു നമ്പർ ഉണ്ട് 421. ഈ 421 മാത്രം ആലോചിച്ച് വെച്ചാൽ മതി. നോക്കിക്കോട്ടാ, ഞാൻ ഇവിടെ 421 എഴുതി. ഇനി ഈ 421 4 അല്ലേ ഫസ്റ്റ് എഴുതിയേക്കണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 4 പ്രാവശ്യം ഒന്നിടും. ഇനി എന്ത് ചെയ്യാ? 4 പ്രാവശ്യം 0 ഇടാം. ഓക്കെ. ഇനി അടുത്തത് 2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 2 പ്രാവശ്യം ഒന്നിട്ടാ മതി. 2 പ്രാവശ്യം ഒന്നിട്ട് 2 പ്രാവശ്യം 0 ഇട്ട്, 2 പ്രാവശ്യം ഒന്നിട്ട് 2 പ്രാവശ്യം 0 ഇട്ട്. ഇനി 1 ആണ്, ഒറ്റ പ്രാവശ്യം. അപ്പൊ 1 0 1 0 1 0 അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പൊ നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? 4 ആണെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം 1 എഴുതാം, 4 പ്രാവശ്യം 0 എഴുതാം. 2 ആയതുകൊണ്ട് 2 പ്രാവശ്യം 1 2 പ്രാവശ്യം 0 2 പ്രാവശ്യം 1 2 പ്രാവശ്യം 0. ഇനി 1 ആണ്, ഒരു പ്രാവശ്യം ഒരു നമ്പർ എഴുതിയാൽ മതി. സോ 10 10 10 10. ഇനി ലാസ്റ്റ് അല്ലേ മൊത്തം 0 ആയി കിടക്കണത്, അതുകൊണ്ട് തന്നെ ഇത് 0. നേരെ മേലോട്ട് എഴുതാം. 0 1 2 3 4 5 6 7. ഓക്കെ. അപ്പൊ ഇതാണ് 0യുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ഇതാണ് 1ന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ഇതാണ് 2യുടെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. അതായത് നമ്മൾ എന്ത് കണ്ടത്? ഇപ്പറ കണ്ടില്ലേ എഴുതി വെച്ചേക്കണത്? ഈ എഴുതി വെച്ചേക്കണതാണ് നമ്മ ഈ കണ്ടുപിടിച്ച് വെച്ചേക്കണത്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കാണാണ്ട് പഠിച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ 421 എന്ന് പറഞ്ഞൊരു നമ്പർ ആലോചിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാ? ടീച്ചർ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അടുത്ത് എഴുതിയാൽ മതി ട്ടാ. അപ്പൊ നോക്കിക്കോ, നമ്മളോട് പറഞ്ഞേക്കണത് കൺവേർട്ട് 437 ബേസ് 8 ഇൻടു ബൈനറി. ഇതിനെ ബൈനറി ആക്കാനാ പറയുന്നത്. നമുക്കറിയാം ബൈനറി നമ്പറിൽ എന്ത് മാത്രമേ ഉള്ളൂ? 0യും 1 മാത്രമേ ഉള്ളൂ അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വെച്ച് നോക്കാം. ആദ്യം തന്നെ ആരാണ് കണ്ടുപിടിക്കേണ്ടത്? 4 ആണല്ലേ ആദ്യത്തെ നമ്പർ എടുത്ത് വെച്ച്. 4ന്റെ ബൈനറി നമ്പർ എത്രയാണ്? 100. നമ്മൾ ഇവിടെ നോക്കിക്കോ വേണമെങ്കിൽ. ഇവിടെ എന്താ? 100. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? 100 എന്നങ്ങോട്ട് എഴുതി. ഓക്കെ. ഇനി അടുത്ത രണ്ടാമത്തെ ആള് 3 അല്ലേ? 3യുടെ ബൈനറി നമ്പർ എന്താ? 011. നമ്മൾ ഇപ്പുറം മതി 011. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഇവിടെ എഴുതാൻ പോണു 011. ഇനി അടുത്തത് 7 എടുത്ത് എഴുതി. 7ന്റെ ഇക്വാലന്റ് എന്താ? 111. അപ്പൊ ഞാനും എന്ത് എഴുതാൻ പോണു? 111 എഴുതാൻ പോണു. ഇനി ഇതിനെല്ലാത്തിനും അങ്ങോട്ട് കൂട്ടി വെക്കതേ. ഇത് മൂന്നും കൂടെ ഒന്നിപ്പിച്ചതാണ് ഈ കാണുന്ന ബൈനറി നമ്പർ. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ട്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒക്ടൽ ടു ബൈനറി ടു ഒക്ടൽ എന്നുള്ളത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് നോക്കാം, എഴുതാം. സോ സിമ്പിൾ. ഇവർ വേറൊരു നമ്പർ പറഞ്ഞു നോക്കിയേ.
475. എങ്ങനെ ചെയ്യും? ഇത് നോക്കാം. 4 എന്താ? 100. 7 എന്താ? 111. 5 എന്താ? 101. ബേസ് എത്രയാണ്? 2. സിമ്പിൾ അല്ലേ? നോക്കുക, എഴുതാ, അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, ഇത് നമ്മളെ ട്രിക്ക് ഇട്ടാ. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഹെക്സാഡെസിമൽ നമുക്ക് എന്ത് ചെയ്യണം? ബൈനറിക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറിക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ആലോചിച്ച് വെക്കേണ്ട നമ്പർ ആണ് 4821. ഓക്കെ, എന്താണ് 4821? നേരത്തെ ഒക്ടൽ എന്ന് പറഞ്ഞപ്പോ എത്ര ഉണ്ടായുള്ളൂ? 421 ഉണ്ടായുള്ളൂ. ഹെക്സാഡെസിമൽ ആയപ്പോ 8421, ഒരു 8ഉം കൂടെയും കൂടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതാട്ടെ. നേരത്തെ ട്രിക്ക് തന്നെയാണ്. 8 4 2 1. 8 അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? 8 പ്രാവശ്യം 1 നോക്കിയേ. 1 2 3 4 5 6 7 8. 8 പ്രാവശ്യം 1 എഴുതി. ഇനി എന്ത് ചെയ്യാ? 8 പ്രാവശ്യം അതുപോലെ തന്നെ 0 എഴുതാം. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി 4 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? 4 പ്രാവശ്യം 1 എഴുതണം, 4 പ്രാവശ്യം 0 എഴുതണം. വീണ്ടും 4 പ്രാവശ്യം 1 എഴുതണം, 4 പ്രാവശ്യം 0 എഴുതണം. ഇനി 2 ആണ്. അപ്പൊ 2 പ്രാവശ്യം എഴുതിയാൽ മതി. 2 പ്രാവശ്യം 1, 2 പ്രാവശ്യം 0, 2 പ്രാവശ്യം 1, 2 പ്രാവശ്യം 0. വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോവാം. പിന്നെ അടുത്തത് 1 ആണ്. സോ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എന്ത്? 10 10 10 10. അങ്ങനെ എന്ത് ചെയ്യാ? കംപ്ലീറ്റ് ആയിട്ട് എഴുതി പോവാം. അപ്പൊ നിങ്ങൾ ഹെക്സാഡെസിമൽ എന്ന് കണ്ടാൽ ഓർത്ത് വെക്കണ നമ്പറാണ് 8421. 8 എന്ന് കണ്ടാൽ 8 പ്രാവശ്യം എഴുതാം. 4 എന്ന് കണ്ടാൽ 4 പ്രാവശ്യം എഴുതാം. 2 എന്ന് കാണുമ്പോൾ 2 പ്രാവശ്യം വെച്ച് എഴുതാം. ഇനി അടിയെന്നാണല്ലേ നമ്മൾ നമ്പർ ചെയ്ത് വരുന്നത്? 0. മൊത്തം 0 ആണ്. സോ 0 എന്ന് തുടങ്ങാം. 0 1 2 3 4 5 6 7 8 9. 9 കഴിഞ്ഞ് 10 ആണ്. 10 നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? എ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാ. 11 നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യാ? ബി ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യാ. 12 സി, 13 ഡി, 14 ഇ, 15 ആണെങ്കിലോ എഫ്. ഓക്കെ, നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിച്ച്. അതാണ് ഈ കൊടുത്തേക്കണത് കേട്ടാ. നിങ്ങൾക്ക് കാണാണ്ട് പഠിക്കണ്ട. ഈ 8421 അറിഞ്ഞ് 8421 എന്നുള്ള നമ്പർ ഓർത്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതി കേട്ടാ. അപ്പൊ നമുക്ക് നോക്കാം. കൺവേർട്ട് എ ബി ബേസ് 16 ടു ബൈനറി. എ ബി എന്ന് പറഞ്ഞ നമ്പറിനെ ബൈനറിലോട്ട് ആക്കാനാ പറഞ്ഞേക്കണത്. അപ്പൊ നമുക്കറിയണം എ എന്ന് പറഞ്ഞ എന്താ? 10 ആണല്ലേ? അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എത്രയാണ്? 1010. നമുക്ക് ഇപ്പുറം നോക്കാം. നമ്മളെ ബൈനറി നമ്പർ എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1010. ഓക്കെ, അപ്പൊ ഞാൻ എഴുതാൻ പോണത് എ 1010. കറക്റ്റ് അല്ലേ? ഇനി അടുത്തത് ബി. ബി എന്ന് പറഞ്ഞാൽ എന്താ? 11 ആണല്ലേ? ബി എന്ന് പറഞ്ഞാൽ 11 ആണ്. സോ 1011. ഞാൻ അതുപോലെ തന്നെ എഴുതിയത് 1011. ഇത് രണ്ടും കൂടെ ഞാൻ കൂട്ടി വെച്ചത് 1010 1011. ഓക്കെ, അതാണ് നമ്മളെ എയും നമ്മളെ ബിയും. അപ്പൊ നമുക്ക് ബൈനറി ഇക്വാലന്റ് കിട്ടി. വല്ല കുഴപ്പമുണ്ടാ? ഇവിടെ നോക്ക, എടുത്തങ്ങോട്ട് എഴുതാം. നിങ്ങൾ ആകെ ആലോചിച്ച് വെക്കണത് 8421 ആണ് ഇത് ചെയ്യാനും. ഇനി അടുത്തത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. അതായത് ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, അതിനെന്താക്കണം? ഒക്ടലിക്ക് ആക്കണം. ഇവിടെ തന്നിരിക്കണ ബൈനറി നമ്പർ കണ്ട, ഇതിനെ ഒക്ടലിക്ക് ആക്കാൻ പറയുമ്പോ നമ്മൾ എന്താ ചെയ്യണ്ടെന്നറിയോ? നമ്മള് ഇതിനെ 3 നോക്കി ഡിവൈഡ് ചെയ്യാം. ടീച്ചറേ 3 വെച്ച് ഡിവൈഡ് ചെയ്തേക്കണം. ആ നമ്പറിനെ 3 ഡിവൈഡ് ചെയ്തിട്ട് ഇത് അതിലെവിടെ വരണം നോക്കാം. ഇവിടെ നോക്കിയേ 0 1 1. നമ്മൾ ഒക്ടൽ കൺവേർഷൻ ഇതായിരുന്നല്ലേ? ഇതായിരുന്നു നമ്മൾ നമ്പർ അല്ലെ? ഇതിലാണ് അപ്പൊ നമ്മൾ നോക്കാൻ പോണത്. നമുക്ക് നോക്കേണ്ടത് എന്തായിരുന്നു? നമുക്ക് നോക്കേണ്ടത് 0 1 1. 0 1 1 എവിടെ വരണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. 0 1 1 0 1 1 എന്തിലാ വന്നേക്കണത്? 3യിലാണ് വന്നേക്കണത്. സോ ഞാൻ എന്ത് എഴുതാൻ പോണ്? 3 എഴുതാൻ പോണ്. ഇനി അടുത്തത് 0 0. അടുത്ത 3 0 0. അതെവിടെ വന്നേക്കണത്? 0യിലാണ്. 0യിൽ എഴുതി. അടുത്തത് 1 1 1. 1 1 1 എവിടെ വന്നേക്കണത്? 7യിലാണ്. ഇനി അടുത്തത് ഇവിടെ നോക്കി 2 ആൾക്കാരുള്ളൂ. 1 0 മാത്രമേ ഉള്ളൂ. ഒരാളും കൂടെ വേണ്ടേ? ഞാൻ എന്ത് ചെയ്തു? ഒരു 0 ഇട്ട് ഫില്ല് ചെയ്ത്. ബാക്കി ആൾക്കാർ ഇല്ലാത്ത തികയലില്ലാന്നുണ്ടെങ്കിൽ 0 ഇട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്തു. അപ്പൊ 0 1 0 എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ നമുക്ക്. 0 1 0 0 1 0 2വിലുണ്ട്. സോ നമുക്ക് അടുത്തത് ഏതെന്ത്? 2 എന്ന് എഴുതാം. 2. അപ്പൊ നമ്മൾ നമ്പർ എത്ര കിട്ടിയത്? 2 7 0 3. ഇതാണ് നമ്മളെ നമ്പർ. ബേസ് എത്രയാണ്? ഒക്ടലേക്ക് അല്ലാക്കാൻ പറഞ്ഞേക്കണത്. സോ ബേസ് എത്രയാണ്? 8. നമ്മൾ നേരത്തെ നോക്കാം, എടുത്ത് എഴുതാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈനറിന്ന്
ഒക്ടലിലേക്ക് ആക്കുമ്പോ 3 വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ. 4 വെച്ച് ഡിവൈഡ് ചെയ്ത് 3. ഒക്ടലിലേക്ക് ആക്കാൻ അപ്പൊ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, 3 വെച്ച്. ഇനി ഹെക്സാഡെസിമലിലേക്ക് ആക്കാൻ പറയും, നമ്മൾ പഠിക്കാൻ പോണ്. അപ്പൊ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അതാണ് അടുത്ത കൺവേർഷൻ, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ബൈനറിന്ന് ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് 4 നമ്പേഴ്സ് വെച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, ഇതിനെ ഡിവൈഡ് ചെയ്ത് പോവാനായിട്ട്. നേരത്തെ നമ്മൾ ഒക്ടലിലേക്ക് ആക്കിയപ്പ 3 വെച്ചാണെങ്കിൽ ഹെക്സാഡെസിമലിലേക്ക് ആക്കുമ്പോ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി നമുക്ക് നോക്കിയാലോ, 4 വെച്ച് ആക്കുമ്പോ ഇവിടെ 1100 എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ നമുക്ക്. ദേ 1100 എവിടെ ഉണ്ട്, 1100 സി. 12 ആണെന്ന് വെച്ചാൽ സി. നമുക്ക് പോയി എഴുതാം അവിടെ. ദേ 12 അതായത് സി. അവരതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. 0113 അവിടെ പോയി നോക്കണ്ടല്ലോ, അറിയാലോ നമുക്ക്. 111 എല്ലാം 1 അപ്പൊ എന്താ 15, അതായത് നമ്മളെ എഫ് 15 ഒന്ന് എഴുതിയത് എഫ് എന്ന് വേണം എഴുതാനായിട്ട്. ഇനി അടുത്തത് 100 4 3 പേരുള്ളല്ലേ 100 അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഒരു 0 ഇട്ട് ഫില്ല് ചെയ്യാൻ പോണ്. ഇനി പോയി നോക്കാം നമുക്ക് 0100 ആരെങ്കിലും ഉണ്ട് നോക്കാം. 0100 4 സോ നമുക്ക് അത് അപ്പുറം കൊണ്ട് എഴുതാം, 4 ഓക്കെ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ, 4F3C. എന്താണ് ബേസ്, 16 ആണ് ബേസ്. ഓക്കെ, മനസ്സിലായ? അപ്പൊ നമുക്ക് പഠിച്ചതൊക്കെ എഴുതി വെക്കാട്ടോ. ഒക്ടലിന്ന് ബൈനറി കാക്കാൻ പറയുമ്പോള് നമ്മള് 4 2 1 വെച്ച് അങ്ങോട്ട് ചെയ്യും. ബൈനറിന്ന് ഒക്ടലിക്ക് ആക്കാൻ പറയുമ്പോള് ഈ സെയിം നമ്പർ പക്ഷെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, 3 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഇനി അടുത്തത് ഹെക്സാഡെസിമലിന്ന് ബൈനറി കാക്കാൻ പറയുമ്പോ നമ്മൾ എന്താ ചെയ്തത്, 8421 ഇതാണ് നമ്മൾ ആലോചിച്ച് വെക്കാൻ പറഞ്ഞത്. ഇനി തിരിച്ച് ബൈനറിന്ന് ഹെക്സാഡെസിമലിലേക്ക് ആക്കാൻ പറയുമ്പോ നമ്മൾ എത്ര വെച്ചാ ഡിവൈഡ് ചെയ്തത്, 4 വെച്ച് ഡിവൈഡ് ചെയ്ത്. ഓക്കെ അല്ലേ, ഓക്കെ അല്ലേ? ഇനി ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ കൺവേർഷൻ ആണ് ഒക്ടലിന്ന് ഹെക്സാഡെസിമലിലോട്ട് മാറ്റാൻ. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ബൈനറിന്നും ഡെസിമലിന്നും ഒക്ടലിന്നൊക്കെ ആയിരുന്നല്ലേ. ഇവിടെ നേരിയ പറഞ്ഞേക്കണത് ഒക്ടലിന്ന് ഡയറക്റ്റ് ഹെക്സാഡെസിമലിലേക്ക് ആക്കാനാ പറഞ്ഞേക്കണത്. അപ്പൊ ആലോചിക്കേണ്ടത്, ഒക്ടലിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഡയറക്റ്റ് ഹെക്സാഡെസിമലിലോട്ട് ആക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ആദ്യം ഈ ഒക്ടലിനെ പിടിച്ച് ബൈനറിക്ക് ആക്കും, ബൈനറിനെ പിടിച്ച് എന്ത് ചെയ്യും, ഹെക്സാഡെസിമലിലേക്ക് ആക്കാം. നോക്കിക്കോട്ടാ, കൺവേർട്ട് 537 ഒക്ടലാണ് ഇൻടു ബൈനറി അതിലാക്കാൻ പോണ്. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കൺവേർട്ട് 537 ഒക്ടൽ ഇൻടു ഹെക്സാഡെസിമൽ. അതായത് 8 എന്ന് പറഞ്ഞൊരു ബേസിന്ന് 16 എന്ന് പറഞ്ഞൊരു ബേസിലേക്ക് മാറ്റാൻ പറയുമ്പോ നമുക്ക് പറ്റൂല, ഡയറക്റ്റ് പറ്റൂല എന്നല്ല ഡയറക്റ്റ് പറ്റൂല. അപ്പൊ ഈ 8 നമ്മള് ബൈനറിക്ക് ആക്കാൻ പഠിച്ചില്ലേ, ബൈനറിന നമ്മള് 16 ആക്കാൻ പഠിച്ചില്ലേ. ഇങ്ങനെ നമുക്ക് എത്തിയാ പോരെ, പതുക്കെ വന്നാ മതി. സോ നമുക്ക് നോക്കാട്ടാ. ആദ്യം എന്താ ചെയ്യേണ്ടത്, ഈ ഒക്ടലിന ബൈനറിക്ക് ആക്കണം. അപ്പൊ ഞാൻ ഒക്ടലിനെ ബൈനറിക്ക് ആക്കാൻ പോണ എന്താ ചെയ്യേണ്ടത്, 537 ബേസ് 8 ആണ് അതിന്റെ ബൈനറിക്ക് ആക്കാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം, 5 3 7 നമുക്ക് അപ്പുറം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ എന്താ 421 നോക്കാം. 5 101 3 011 7 111 ഇത് അങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചാൽ പോരാ അപ്പുറത്തേക്ക്. സിമ്പിൾ അല്ലേ കാര്യങ്ങള്. 101 011 111 ഇതിലെല്ലാത്തിനും എന്ത് ചെയ്ത് കൂട്ടിയെടുത്ത് എഴുതാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ. ഇപ്പൊ ബൈനറി ആയി, ബൈനറി റെഡി, ഈ ബൈനറി റെഡി. ഇനി ഈ ബൈനറിന ഹെക്സാഡെസിമലിലോട്ട് ആക്കണം. അപ്പൊ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞേക്കണത്, ഹെക്സാഡെസിമലിനെ ബൈനറിക്ക് അപ്പൊ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം, 4 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ഈ നമ്പറിന 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോട്ടാ. 4 വെച്ച് ഡിവൈഡ്. അപ്പൊ ആദ്യത്തെ 1111 എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ 15 അതായത് എഫ് ആണ്. അടുത്തത് 010 എന്ന് പറഞ്ഞ എത്രയാണ് 5 ആണ്. ഇനി അത് നോക്കിയേ 1 ആണല്ലേ, 1 ആകെ ഒരാളുള്ളൂ, 4 വേണം നമുക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാ, 0 ഇട്ട് അങ്ങോട്ട് ഫില്ല് ചെയ്യാം, 3 0 ഇട്ട് ഫില്ല് ചെയ്യാം. എന്ന് വെച്ചാൽ ആരാണ് നമ്മളുടെ 1 ആണ്. അപ്പൊ നമ്മളുടെ ഫൈനൽ ആൻസർ എത്രയാണ്, 15F. നിങ്ങൾക്ക് ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പുറം പോയി നോക്കിയാൽ മതി, നിങ്ങള് ഇവിടെ പോയി നിങ്ങൾ നോക്കിയാൽ മതി കേട്ടാ. ഓക്കെ, അപ്പൊ നമ്മളെ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ 4F3C. ഓക്കെ, ബേസ് എത്രയാണ് 16.
ഇനി നോക്കിയേ, ഹെക്സാഡെസിമൽ ടു ഒക്ടൽ കൺവേർഷൻ ആണ്. ഹെക്സാഡെസിമലിൽ നിന്ന് ഒക്ടലിക്കാണ് മാറ്റേണ്ടത്. അപ്പൊ നോക്കിക്കോ, കൺവേർട്ട് A3B ബേസ് 16 ഇൻറ്റു ഒക്ടൽ എന്നാ പറഞ്ഞേക്കണത്. അപ്പൊ നമുക്ക് നേരത്തെ പോലെ തന്നെ ഡയറക്റ്റ് മാറ്റാൻ പറ്റൂല. ഇപ്പുറം പഠിച്ചത് എന്തായിരുന്നു നമ്മ? ഒക്ടലിന്ന് ഹെക്സാഡെസിമലിലേക്ക് ആക്കാൻ ഡയറക്റ്റ് പറ്റൂല എന്ന് പറയുമ്പോ നമ്മൾ ബൈനറിക്ക് ആക്കിയാലേ പഠിച്ചത്. ഇവിടെ നേരെ തിരിച്ച് പറഞ്ഞേക്കണ്, ഹെക്സാഡെസിമലിന്ന് ഒക്ടലിലേക്ക് ആക്കാനാ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് എങ്ങനെ നോക്കാം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബൈനറി ആക്കി മാറ്റാൻ നമ്പറിനെ. അപ്പൊ നോക്കിയേ, A3B അപ്പൊ ഞാൻ അതുപോലെ തന്നെ എഴുതി വെച്ച്. ഇനി അതിനെന്ത് ചെയ്യാൻ പോകണം? നമ്മ ബൈനറി ആക്കാൻ പോകണം. അപ്പൊ A എന്ന് വെച്ചെന്താ 10 ആണല്ലേ. 10നും കറസ്പോണ്ടിങ് ബൈനറി നമ്പർ ആണ് 1010. അപ്പുറത്ത് പോയി നോക്കിക്കോ. ഇടത് 3ക്ക് കറസ്പോണ്ടിങ് നമ്പർ ആണ് 0011. ഇടത് ബിക്ക് കറസ്പോണ്ടിങ് നമ്പർ ആണ് 1011. ഇതെല്ലാം ഞാൻ കൂട്ടി എഴുതി ബേസ് 2. എന്തിലേക്കാണ് ആക്കേണ്ടത്? ഒക്ടലിക്കാണ് ആക്കേണ്ടത്. ഒക്ടലിക്ക് ആക്കുമ്പോ ഈ നമ്പറിനെ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യണം? 3 എണ്ണം വെച്ച് വേണം എന്ത് ചെയ്യാൻ? ഡിവൈഡ് ചെയ്യാനായിട്ട് അല്ലേ. അപ്പൊ ഇവിടെ 3 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ 101 എന്ന് വെച്ചാൽ 5, 000 എന്ന് വെച്ചാൽ 0, 111 അതായത് 7, 101 അതായത് 3. അതായത് നമുക്ക് നമ്പർ കിട്ടുന്നത് 5073. ഇതാണ് നമ്മുടെ നമ്പർ. ബേസ് എത്രയാണ്? 8. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് മാറ്റാൻ പറ്റാത്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ബൈനറിയിലോട്ട് മാറ്റിയതിന് ശേഷം മാറ്റും. ഈ ഡയറക്റ്റ് മാറ്റാൻ പറ്റാത്ത ആൾക്കാർ ആരൊക്കെയാണ്? നമ്മളാ ഹെക്സാഡെസിമലിന്ന് ഒക്ടലിലോട്ടും ഒക്ടലിന്ന് ഹെക്സാഡെസിമലിക്കും 8ഉം 16നെയും അങ്ങാട് ഇങ്ങാട് മാറ്റാൻ പറ്റൂല ഡയറക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബൈനറിക്ക് ആക്കിയതിന് ശേഷം അങ്ങാട് മാറ്റും. ഓക്കെ അല്ലേ? ഇനി അടുത്തത് റെപ്രസെന്റേഷൻ ഓഫ് ഇൻഡിജേഴ്സ്. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് റെപ്രസെന്റേഷൻ ഓഫ് നമ്പേഴ്സ് ആയിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ പഠിച്ച് എല്ലാ നമ്പർ സിസ്റ്റത്തിലോട്ടും എങ്ങനെ മാറ്റണം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഇനി ഇൻഡിജേഴ്സിന്, ഒരു ഇൻഡിജറിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടാ. അപ്പൊ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ 3 വഴികളാണുള്ളത്. ഒന്നാമത്തെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. ഒരു ഇൻഡിജർ തന്നിട്ട് റെപ്രസെന്റ് ദിസ് ഇൻഡിജർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ടൈപ്പ് ഉള്ളത്. ഏതൊക്കെയാണ്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷനും ഉണ്ട്. പിന്നെ അടുത്തത് വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്. മൂന്നാമത്തത് ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു ഇൻഡിജറിനെ 3 തരത്തിലാണ് റെപ്രസെന്റ് ചെയ്യാം. വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, പിന്നെ ഉള്ളത് എന്താ? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചെയ്യാം എന്ത്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോണത്. ഓക്കെ, ഈ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ 8 ബിറ്റ് ഫോം ആണ്. 8 ബിറ്റുകൾ ഉണ്ടാവും. അതായത് ഇതുപോലെ 8 ബിറ്റ് ആയിക്കോളും ഉണ്ടാവുന്നത്. 8 ബിറ്റ് ഉണ്ടാവും അല്ലെ. 1 2 3 4 5 6 7 8. ഈ 8 ആദ്യത്തെ ബിറ്റ് ആയിക്കൊള്ളൂ സൈനെ റെപ്രസെന്റ് ചെയ്യാം. സൈനെ റെപ്രസെന്റ് ചെയ്യണത് ആദ്യത്തെ ബിറ്റും ബാക്കിയുള്ള എല്ലാ ബിറ്റും മാഗ്നിറ്റ്യൂഡിനായിക്കൊള്ളു റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, 8 ബിറ്റ്സ് ഉണ്ടാവും. 8 ബിറ്റ്സില് ആദ്യത്തെ ബിറ്റ് സൈനെയും ബാക്കിയുള്ള ബിറ്റുകൾ മാഗ്നിറ്റ്യൂഡിനെയും ആയിക്കൊള്ളു റെപ്രസെന്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാ. നമുക്ക് കിട്ടുന്ന നമ്പർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈന് 1 ആയിരിക്കുള്ളൂ. നമുക്ക് കിട്ടുന്ന നമ്പർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈന് 0 ആയിരിക്കുള്ളൂ. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 1ഉം പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ 0യും. കുഴപ്പമില്ലല്ലോ. നെഗറ്റീവ് 1 പോസിറ്റീവ് 0. ഇനി നോക്കിക്കോ, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇവര് പറഞ്ഞേക്കണത് -23 അല്ല +23 ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം എന്നാണ് പറഞ്ഞേക്കുന്നത്. 23നെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്ത് ചെയ്യണം? 8 ബിറ്റ് ആക്കി മാറ്റണം. 8 ബിറ്റ് ആക്കി മാറ്റുന്നതിന് മുന്നേ 23യുടെ ബൈനറി കണ്ടുപിടിക്കണം. 23യുടെ ബൈനറി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 23 ഇങ്ങനെ കണ്ടുപിടിക്കാം. നമ്മൾ 23യുടെ ബൈനറി ഇങ്ങനെ കണ്ടുപിടിക്കുക. 23നെ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. റിമൈൻഡറിന് കളക്ട് ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് നേരത്തെ ചെയ്ത പോലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 1011 കിട്ടും. ബൈനറി കിട്ടി. ഈ ബൈനറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 ബിറ്റ് ആക്കണ്ടേ? ഇവിടെ എത്ര ബിറ്റുള്ള ആകെപ്പാടെ?
അഞ്ച് ബിറ്റേ ഉള്ളൂ. ബാക്കി ബിറ്റുകൾ നമ്മൾ എന്ത് ചെയ്യും? സീറോ വെച്ച് ഫില്ല് ചെയ്യാൻ പോകണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് സീറോ വെച്ച് ഫില്ല് ചെയ്തിട്ട് 1011 ഇട്ട് കൊടുത്തു. ആ നമ്പർ അതുപോലെ തന്നെ ഇട്ട് ബാക്കി 3 ഞാൻ സീറോ വെച്ച് ഫില്ല് ചെയ്ത്. നമ്മളോട് പറഞ്ഞേക്കണത് എന്താ പറഞ്ഞേക്കണത്? +23 ആണല്ലേ. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ആദ്യത്തെ ബിറ്റ് എന്താക്കാനാണ് പറഞ്ഞേക്കണത്? സീറോ ആക്കാൻ. നോക്കിക്കോ, ആദ്യത്തെ ബിറ്റ് ഞാൻ സീറോ ആക്കി, ബാക്കിയുള്ള ആൾക്കാർ അതുപോലെ തന്നെ എടുത്ത് എഴുതി വെച്ച്. കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. ഇനി അടുത്ത നോക്കിയേ, -23 ഇൻ സൈൻ ആണ് മാഗ്നിറ്റ്യൂഡ് ഫോം. അപ്പൊ ഇതുപോലെ തന്നെ 1011 ആണ് അതിന്റെ ബൈനറി ഫോം. ഇനി 8 ബിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു? 3. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 8 ഭാഗപ്പാടെ 5 ഉള്ളൂ. 8 വേണ്ട നമ്മളെ കയ്യില്. 8 ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് ബാക്കി 3 സീറോസിനെ ആഡ് ചെയ്ത്. ഇത്രയും ആൾക്കാർ ഓൾറെഡി 5 പേരുണ്ടായിരുന്നു, നമുക്ക് ചെയ്തപ്പോ കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഈ 0 നമുക്ക് ടോട്ടൽ 8 വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 3 0 അങ്ങോട്ട് ഇട്ട് കൊടുത്ത്. അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാ? -23 ആണല്ലേ പറഞ്ഞേക്കണത്. -23 ആയതുകൊണ്ട് തന്നെ ഫസ്റ്റത്തെ ബിറ്റ് എപ്പോഴും 1 ആയിരിക്കുള്ളൂ. ഞാൻ ആദ്യത്തെ ആളെ മാത്രം മാറ്റിങ്ങാണ്ട് എന്താക്കി വെച്ച്? 1 ആക്കി വെച്ച്. വല്ല കുഴപ്പമുണ്ടാ? ഇവിടെ +23 ആയതുകൊണ്ട് ആദ്യത്തെ ആള് 0. ഇവിടെ -23 ആയതുകൊണ്ട് ആദ്യത്തെ ആൾ എന്തായിരിക്കണം? 1 ആയിരിക്കണം. നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ആവുമ്പോ 1ഉം പോസിറ്റീവ് ആവുമ്പോ 0യും. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ ആള് 0, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ ആൾ എത്രയായിരിക്കും? 1 ആയിരിക്കും. വല്ല കുഴപ്പമുണ്ടാ? ഓക്കെ, ഇതാണ് നമ്മുടെ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം. ഇനി അടുത്തതാണ് വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ. വൺസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ഈ 23നെ വൺസ് കോംപ്ലിമെന്റിലോട്ട് ആക്കാൻ പോണം. ഈ വൺസ് കോംപ്ലിമെന്റിലേക്ക് ആക്കണമെങ്കിലും നമുക്ക് 8 ബിറ്റ് ആക്കണം. അപ്പൊ നമുക്ക് നോക്കാം. 00101 എങ്ങനെ കിട്ടി? ആദ്യം തന്നെ 23യുടെ ബൈനറി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പുറത്ത് നമുക്ക് ആദ്യം തന്നെ 23യുടെ ബൈനറി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് 23നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. എത്ര പ്രാവശ്യം പോകും നമുക്കറിയുന്നത്? 12 2s are 24, 11 2s are 22. റിമൈൻഡർ എത്ര വന്ന്? 1 വന്ന്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നത്, നമ്മള് 23നെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം പോകും നമുക്കറിയാം. എത്ര പ്രാവശ്യം പോകും? 11 ടൈംസ് പോവും. റിമൈൻഡർ എത്ര വരും? 1 വരും. 11ൽ എത്ര 2 വരും? 5 2s പോവും. 5 2s പോകുമ്പോ റിമൈൻഡർ എത്ര വരും? 1 വരും. ഇതിലോ 2 2s are 4, റിമൈൻഡർ എത്ര വരും? 1 വരും. ഈ 2ൽ എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം പോകും. ഒരു പ്രാവശ്യം പോയി റിമൈൻഡർ എത്ര വരും? 0 വരും. ഇനി ഈ 1ൽ പോവൂല. അപ്പൊ നമുക്ക് ഈ 1 അങ്ങനെ തന്നെ എടുത്തത് 1011. അതാണ് നമ്മൾ എന്ത്? 1011. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതിയായിട്ട് ഇത്. അങ്ങനെ നമുക്ക് 1011 ബൈനറി ഫോം കിട്ടിയത്. നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പൊ നമുക്ക് 1011 കിട്ടി. 011 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 000 അല്ലേ? അതെന്ത് ചെയ്ത് ഞാൻ ഇവിടെ ആകപ്പാടെ 5 പേരുള്ളൂ. നമുക്ക് 8 പേര് വേണോണ്ട് 3 പേരെ ഞാൻ 0 ഇട്ടുകൊടുത്ത്. ഇപ്പൊ നമ്മള് ബൈനറി ഫോമിനെ 8 ബിറ്റ് ആക്കി എഴുതി. 23യുടെ ബൈനറി ഫോമിനെ 8 ബിറ്റ് ആക്കി എഴുതി. ഇനി ഇവിടെ നോക്കിയേ, +23നെയാണ് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞാന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഒരു മാറ്റവും വരുത്താൻ നിൽക്കണ്ട. പോസിറ്റീവ് ആണെങ്കിൽ ഇനി നിങ്ങളോട് പറയണത് -23 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 8 ബിറ്റ് ആക്കി വെച്ചിട്ടില്ലേ? ഈ 8 ബിറ്റ് ആക്കി വെച്ചാൽ നേരെ ഇൻവേർട്ട് ചെയ്യുക. ഇൻവേർട്ട് ചെയ്യാന്ന് വെച്ചാല് 1നെ എല്ലാത്തിനെയും 0 ആക്കാം, 0നെ എല്ലാത്തിനെയും 1 ആക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഈ 0 എല്ലാത്തിനും ഞാൻ പിടിച്ച് എന്താക്കാൻ പോണ്? 1 ആക്കാൻ പോണ്. 1നെ പിടിച്ച് ഞാൻ എന്ത് ചെയ്ത്? 0 ആക്കി. അടുത്ത 1കളാണ് മൊത്തം. അപ്പൊ ഞാൻ എന്താക്കി? 0 ആക്കി മാറ്റി. 1 ആണെങ്കിൽ 0 ആക്കാം, 0 ആണെങ്കിൽ 1 ആക്കാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്പർ നെഗറ്റീവ് ആവുക മാത്രം. നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യേണ്ട, അതുപോലെ തന്നെ എടുത്ത് എഴുതിയാൽ മതി. നെഗറ്റീവ് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഈ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എല്ലാം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർ ഓൾറെഡി പോസിറ്റീവായ മനുഷ്യന്മാരാണ്. നെഗറ്റീവായ മനുഷ്യന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? തിരിക്കണം. പോസിറ്റീവ് ആക്കണ്ടേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ മാറ്റാം. ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. നെഗറ്റീവ് ആയ ആൾക്കാരെ മാത്രം നമ്മൾ എന്ത് ചെയ്യണത്? ഇങ്ങനെ 1നെ 0യും 0നെ 1 ആക്കണത്. ഇനി അടുത്തത് 2's കോംപ്ലിമെന്റ് ആണ്. 2's കോംപ്ലിമെന്റ് നമ്മൾ 1's കോംപ്ലിമെന്റ് പഠിച്ചില്ലേ? ഈ 1's കോംപ്ലിമെന്റിന്റെ ഒപ്പം ഒരു 1 ആഡ് ചെയ്താൽ അത് 2's കോംപ്ലിമെന്റ് ആവും. നോക്കിക്കോ, ഇവിടെ +23 ആണ്. പോസിറ്റീവ് ആയ ആൾക്കാരെ നമ്മൾ വല്ലതും ചെയ്യണോ? വേണ്ട, 8 ബിറ്റ് ആക്കി വെച്ചാൽ മതി. ഇവിടെ ഞാൻ 8 ബിറ്റ് ആക്കി വെച്ചില്ലേ? ആ സെയിം സാധനം തന്നെയാണ് ഇത്. അതായത് നമ്മൾ 23യുടെ ബൈനറി ആണിത്. ബാക്കി ഞാൻ 0 വെച്ച് ഫില്ല് ചെയ്ത്. പോസിറ്റീവ് ആയ ആൾ ഞാൻ മാറ്റേണ്ട കാര്യം ഉണ്ടാവും? ഒരു കാര്യമില്ല, അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇനി -23നെ 2's കോംപ്ലിമെന്റ് ആക്കാൻ പറഞ്ഞേക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം തന്നെ 8 ബിറ്റ് ആക്കണം.
അപ്പൊ ഞാൻ എന്ത് ചെയ്ത് 1011 ആണ് എനിക്ക് ചെയ്തപ്പോ കിട്ടിയത്. ഈ 00 വെച്ച് ഞാൻ ഫില്ല് ചെയ്ത് 8 ബിറ്റ് ആക്കി. ഇനി അതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോണ്, വൺസ് കോംപ്ലിമെന്റ് ആക്കാൻ പോണ്. വൺസ് കോംപ്ലിമെന്റ് എങ്ങനെ നമ്മൾ ആക്കുക, വണ്ണിന് എല്ലാത്തിനും ഞാൻ എന്താക്കണം, 0 ആക്കണം. സീറോനെല്ലാത്തിനും ഞാൻ എന്താക്കണം, 1 ആക്കണം. സോ സീറോസ് എല്ലാം ഇവിടെ എന്തായി മാറി, 1 ആയി മാറി. ഇനി വണ്ണിനെ ഞാൻ എന്ത് ചെയ്ത് 0 ആക്കി, 0 ഞാൻ എന്ത് ചെയ്ത് 1 ആക്കി, ഈ വണ്ണിനെ എല്ലാത്തിനും 0 ആക്കി. അപ്പൊ വൺസ് കോംപ്ലിമെന്റ് റെഡി. ഇനി അടുത്തത് ടൂസ് കോംപ്ലിമെന്റ് ആണല്ലേ. ടൂസ് കോംപ്ലിമെന്റ് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, വൺസ് കോംപ്ലിമെന്റിന്റെ ഒപ്പം 1 ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ വൺസ് കോംപ്ലിമെന്റ് അതുപോലെ തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിനൊപ്പം 1 ആഡ് ചെയ്യാൻ പോണ്. 0 + 1 എത്രയാണ്, 1 ആണ്. സോ 1 എഴുതി, അത് അതുപോലെ തന്നെ ഇറക്കി എഴുതി. അത്രേ ഉള്ളൂ. കുഴപ്പമുണ്ടോ, വല്ല കുഴപ്പമുണ്ടാ? ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇപ്പൊ ഒന്നുകൂടെ മനസ്സിലാവും. റെപ്രസെന്റ് ദ ഫോളോ. അപ്പൊ നിങ്ങൾ ആലോചിക്കാൻ ഇത്രേ ഉള്ളൂ, പോസിറ്റീവ് ആൾക്കാരാണെങ്കിൽ, തരുന്ന നമ്പർ പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഇത്രയും ആൾക്കാർ സെയിം ആയിരിക്കുള്ളൂ, ഒരു മാറ്റവും ഉണ്ടാവില്ല. തരുന്ന നമ്പർ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ ആൾ എന്താക്കണം, 1 ആക്കണം. വൺസ് കോംപ്ലിമെന്റ് ചെയ്യുമ്പോഴോ എന്താക്കും, 1-നല്ല 0 ആക്കും, 0-നല്ല 1 ആക്കും. ടൂസ് കോംപ്ലിമെന്റ് ആകുമ്പോൾ ഇതിന്റെ ഒരു 1 ആഡ് ചെയ്യണം. ഓക്കെ, പോസിറ്റീവ് ആണെങ്കിൽ ഒന്നും ചെയ്യണ്ട കേട്ടാ. നോക്കിക്കോട്ടാ. റെപ്രസെന്റ് ദ ഫോളോവിങ് ഇന്റിജേഴ്സ് ഇൻ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഫോം വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ്. ചിലപ്പോ അവര് പറയാം റെപ്രസെന്റ് ദ ഫോളോവിങ് ഇന്റിജർ എന്നാണ് പറയണത്. നമുക്കറിയണം എന്ത് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്, വൺസ് കോംപ്ലിമെന്റ്, ടൂസ് കോംപ്ലിമെന്റ് ഇത്രയുമാണ് ഇന്റിജർ റെപ്രസെന്റേഷൻ ഉള്ളത് നമുക്കറിയാം. ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽക്കൊക്കെ ആക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആക്കാം. എ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കണം യൂസ്ഡ് ബൈ 8 ബിറ്റ്സ്. എ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് 25 ആണ്. പോസിറ്റീവ് ആണല്ലേ. വല്ല എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ഉണ്ടാ, ഒന്നും ചെയ്യണ്ട. ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക, ബൈനറി കണ്ടുപിടിക്കുക. 25 അല്ലെ, 25 ആണ് ബൈനറി. ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും, എത്ര എണ്ണം ഉണ്ട്, 2 എത്ര എണ്ണം ഉണ്ട്, 2 എത്ര എണ്ണം ഉണ്ട് നോക്കിക്കോ. 25 ഞാൻ എന്ത് ചെയ്യാൻ പോണ്, ബൈനറി കണ്ടുപിടിക്കാൻ പോണം. അപ്പൊ 2 എത്ര, 12 2s are 25 ആണ്. നമുക്ക് എത്ര അറിയാം, 1 റിമൈൻഡർ ഉണ്ടെന്ന് അറിയാം. ഇനി 2 6 2s are എന്താ 12 ആണ്. നമുക്ക് എന്താ റിമൈൻഡർ എന്തുണ്ട്, 0 ഉണ്ട്. 2 എത്ര പ്രാവശ്യം പോകും, 3 times പോകും. റിമൈൻഡർ എത്ര ഉണ്ട്, 3 2s are 6. ഡയറക്റ്റ് പോകും, റിമൈൻഡർ 0. ഇനി 2 3ൽ എത്ര 2 ഉണ്ട്, ഒരു 2 ഉണ്ട്. റിമൈൻഡർ എത്ര വരും, 1 വരും. ഇനി കുഞ്ഞാള് വന്ന് 1ൽ 2 ഉണ്ടാ ഇല്ല. അപ്പൊ ഇയാളെ ഞാൻ എന്ത് ചെയ്ത് ഇറക്കി എഴുതണ്ട, അടിയിൽ മേലോട്ട് എഴുതുമ്പോ എനിക്ക് എന്ത് പറയാ, 1 1 0 0 1. 1 1 0 0 1 അല്ലേ. അപ്പൊ നമുക്ക് എത്ര ആൾക്കാരുണ്ട് ടോട്ടല്, 5 പേരാണല്ലോ ഇവിടെ കിട്ടിയത്. ശരിക്കും എത്ര പേരെ വേണം, 8 പേരെ വേണം. അപ്പൊ ബാക്കി ഞാൻ എന്ത് ചെയ്ത് 0 വെച്ച് ഫില്ല് ചെയ്ത്, കുഴപ്പമുണ്ടാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് അതിനെ 8 ബിറ്റ് ഫോം ആക്കി മാറ്റി. ഇനി നോക്കി, ഇനി സൈൻ നോക്കാം. നമുക്ക് പോസിറ്റീവ് ആണല്ലേ. പോസിറ്റീവ് ആകുമ്പോ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ ഫസ്റ്റത്തെ ബിറ്റ് എന്തായിരിക്കുള്ളൂ, 0 തന്നെ ആയിരിക്കുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 0 വെച്ച് ഫില്ല് ചെയ്തു. കുഴപ്പമുണ്ടാ, വല്ല കുഴപ്പമുണ്ടാ ഇല്ല. ഇനി നോക്കിക്കോ, വൺസ് കോംപ്ലിമെന്റ്. വൺസ് കോംപ്ലിമെന്റ് ആവുമ്പോഴും നമുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് ഇത് തന്നെ അങ്ങോട്ട് ഇറക്കി എഴുതിയാൽ മതി. ടൂസ് കോംപ്ലിമെന്റ് ആവുമ്പോഴും ഇത് തന്നെ ഇറക്കി എഴുതിയാൽ മതി. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു നമ്പർ വൺസ് കോംപ്ലിമെന്റ് ആയാലും ടൂസ് കോംപ്ലിമെന്റ് ആയാലും സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആയാലും സെയിം ആണ്. എങ്ങനത്തെ നമ്പർ ആണത്, പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ. പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ എല്ലാത്തിലും സെയിം ആണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ ആലോചിക്കത്, പോസിറ്റീവ് ആയ ആൾക്കാരെ എപ്പോഴും എവിടെ ചെന്നാലും ഒരേ സ്വഭാവം തന്നെ കാട്ടുള്ളൂ. അയാളെ പിടിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല, കാരണം അയാൾ ഭയങ്കര പോസിറ്റീവ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്പർ ആണ്. സോ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അയാളുടെ വൺസ് കോംപ്ലിമെന്റ് സെയിം ആണ്, ടൂസ് കോംപ്ലിമെന്റ് സെയിം ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, -30. കുറച്ച് പണിയുണ്ടല്ലേ. -30 ചെയ്ത് നോക്കാം. കാരണം 30 ബൈനറിയിലോട്ട് മാറ്റാം. ഇങ്ങനെ ബൈനറിലോട്ട് മാറ്റും, 2 വെച്ച് ഡിവൈഡ് ചെയ്യും. സോ 15 ടൈംസ് പോവും. ഡയറക്റ്റ് പോയല്ലേ, 15 2 എന്ന് പറഞ്ഞാൽ 30 ആണ്. റിമൈൻഡർ 0. ഇനി 2 7 2s are എത്രയാണ്, 17 ആണ്. 7 2s are 14 ആണ്. അപ്പൊ നമുക്ക് റിമൈൻഡർ എത്ര കിട്ടും, 1 കിട്ടും. ഇനി അടുത്തത് 2 3 2s are 6. റിമൈൻഡർ എത്ര ഉണ്ട്, 1 ഉണ്ട്. ഇനി 1 2s are 2. ഇവിടെ 3 ആണ്. അപ്പൊ റിമൈൻഡർ എത്ര, 1. ഇനി ഈ 1 പോവോ, 1 പോവോ, പോവൂല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇറക്കി എഴുതാം. എന്നിട്ട് അടിയിൽ മേലോട്ട് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 1 1 1 0. സോ 1 1 1 1 0. കണ്ടാ. ഇപ്പൊ നോക്കിയേ, ഇനി നോക്കിയേ 5 പേരാ ഉള്ളത്. നമുക്ക് അപ്പൊ എന്ത് ചെയ്യാം, 0 വെച്ച് ഫില്ല് ചെയ്യാം. ടീച്ചർ ഇത് വേറെ എഴുതി കാണിച്ചു തരാട്ടാ, കൺഫ്യൂഷൻ ആക്കണ്ട.
നമ്മളെ നമ്പർ എത്ര നമുക്ക് കിട്ടിയത്? 110. ഇതാണ് നമ്മൾ നമ്പർ കിട്ടിയത്. എത്ര പേരുണ്ട്? 1 2 3 4 5. 5 പേരാ ഉള്ളത്. നമുക്ക് എത്ര പേര് വേണം? 8 പേര് വേണം. 8 പേര് ഞാൻ എന്ത് ചെയ്ത്? 0 വെച്ച് ഫില്ല് ചെയ്ത്. 0 വെച്ച് ഫില്ല് ചെയ്തപ്പോ നോക്കിയേ, നെഗറ്റീവ് നമ്പർ ആണല്ലേ. നെഗറ്റീവ് നമ്പറിന് സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ആകുമ്പോ ഫസ്റ്റ് ബിറ്റ് എന്തായിരിക്കണം നമ്മൾ പഠിച്ചു? 1 ആയിക്കണം പഠിച്ചു. അപ്പൊ ഈ 0 ആദ്യത്തെ ആളെ മാത്രം ഞാൻ എന്ത് ചെയ്തു? 1 ആക്കി. ബാക്കിയുള്ള ആൾക്കാർ അതുപോലെ തന്നെ എഴുതി. ഇപ്പൊ സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് റെഡി. റെഡി ആയില്ലേ? നമ്മൾ എന്ത്? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഇതിനടുത്ത് എന്താക്കേണ്ടത്? വൺസ് കോംപ്ലിമെന്റ് ആക്കണം. വൺസ് കോംപ്ലിമെന്റ് ആക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനെ വൺസ് കോംപ്ലിമെന്റ് ആക്കണം എങ്ങനെയാണ്? 1നെ 0 ആക്കാം, 0നെ 1 ആക്കാം. ഇതിനെ പിടിച്ചൊരിക്കലും മാറ്റാൻ നിൽക്കരുത് കേട്ടാ. ഈ നമ്മൾ 0 വെച്ച് ഫില്ല് ചെയ്ത് ഇവനില്ലേ, ഇവനെയാണ് നമ്മൾ മാറ്റാൻ പോണത്. ഇതിനെ ശ്രദ്ധിക്കേണ്ട, അവിടെ ഇരുന്നോട്ടെ. അപ്പൊ ഇത് നോക്കാം, നമുക്ക് ഈ സീറോസിനൊക്കെ എന്താക്കാം? 1 ആക്കാം. ഈ 1നൊക്കെ ഞാൻ എന്താക്കാൻ പോണ്? 0 ആക്കാൻ പോണ്. ഈ 0നെ ഞാൻ എന്താക്കി? 1 ആക്കി. ഇതാണ് എന്റെ എന്ത്? വൺസ് കോംപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിന്റെ ഉള്ള ഇതിനെ പിടിച്ചിങ്ങാട്ട് തിരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ ഓൾറെഡി 0 വെച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇയാളെ വേണം തിരിക്കാനായിട്ട്. ഓക്കെ, ഇതിനടുത്തത് എന്താ? ടൂസ് കോംപ്ലിമെന്റ്. ടൂസ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് വൺസ് കോംപ്ലിമെന്റിന്റെ ഒപ്പം 1 ആഡ് ചെയ്യണതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ടൂസ് കോംപ്ലിമെന്റ് എന്ന് വിളിക്കുക. സോ നമുക്ക് എന്ത് ചെയ്യാം? ഈ വൺസിന്റെ ഒപ്പം ഒരു 1 ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ബൈനറി അഡീഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കൂടെ നമുക്ക് കവർ ചെയ്ത് പോണത്. അതായത് ബൈനറി നമ്പേഴ്സിനെ ആഡ് ചെയ്യല്. നമ്മൾ പഠിച്ചു, നേരത്തെ നമ്മൾ പഠിച്ചിരുന്നത് 0 + 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ നമ്മൾ നോർമൽ അഡീഷൻ. ഇവിടെ നോക്കിക്കോ, 1 + 1 എത്രയെന്നാ ചോദിച്ചേക്കണത്. അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം, 1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. പക്ഷെ ക്യാരി ആയിട്ട് 1 പോവും എന്ന് വെച്ച് ഇവിടെ നോക്കിക്കോ, 1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണല്ലേ. കൊടുത്തു വെക്ക, 1 + 1 എത്രയാണ്? 0. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചോ, 1 + 1 എന്ന് പറഞ്ഞാൽ 10 ആണ്. 10ന്റെ 0 ഞാൻ ഇട്ട്, 1നെ ഞാൻ ഇവിടെ ഇട്ട്. ഇതിനാണ് ആ ക്യാരി എന്ന് പറഞ്ഞത്. അപ്പൊ 1 + 1 എന്ന് പറഞ്ഞാൽ ശരിക്കും 0 ആണ്, ക്യാരി ആയിട്ട് 1 പോവും. അപ്പൊ 1 + 1ന്റെ 0 ഞാൻ അവിടെ ഇട്ട്, ക്യാരി ആയിട്ട് എത്ര കൊടുത്ത്? 1 കൊടുത്ത്. ഇനി 1 + 0 എത്രയാണ്? നമുക്ക് അറിയാവുന്നല്ലോ എത്രയാണ്? 1. 1 + 0 എത്രയാണ്? 1. നമുക്ക് എഴുതാം 1. ഇനി അത് ആയ ആൾക്കാർ അതുപോലെ തന്നെ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് എഴുതാം. ഓക്കെ, ഇപ്പൊ നമ്മളെ ആൻസർ കിട്ടിയത് 1 1 0 0 1 0. ഇതാണ് നമ്മൾ എന്ത്? ടൂസ് കോംപ്ലിമെന്റ്. അപ്പൊ നിങ്ങൾ ഇത്രയും ആലോചിക്കേണ്ട കാര്യമുള്ളൂ. ഭയങ്കര കൺഫ്യൂഷൻ ആവരുത് നിങ്ങൾക്ക്. നമ്മൾ എന്താ ചെയ്തത്? ഇത്രയും നേരം ബൈനറി കണ്ടുപിടിച്ചു. ബൈനറി കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു? അതിനെ 8 ബിറ്റ് ആക്കി. 8 ബിറ്റ് ആക്കുമ്പോ പോസിറ്റീവ് നമ്പർ ആണ് നിങ്ങളെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊന്നും ചെയ്യണ്ട. നിങ്ങളുടെ കയ്യിലുള്ളത് നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആൾ എന്താക്കണം? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡിൽ 1 ആക്കണം. അതിനുശേഷം എന്ത് ചെയ്യാ? ടൂസ് കോംപ്ലിമെന്റ് ആവുമ്പോ എന്ത് ചെയ്യാ? നമ്മൾ ഈ 0 വെച്ച് ഫില്ല് ചെയ്ത് വെച്ച സ്ഥലത്ത് എന്ത് ചെയ്യാ? അതില് ആദ്യത്തെ ആളാണ് മൊത്തം ആൾക്കാരെ എന്ത് ചെയ്യണം? 0 ആണെങ്കിൽ 1 ആക്കാം, 1 ആണെങ്കിൽ 0 ആക്കാം. ഇനി ഈ വൺസ് കോംപ്ലിമെന്റ് ഒപ്പം എന്ത് ചെയ്യാ? 1 ആഡ് ചെയ്യാം. അതാണ് നമ്മളുടെ ആ ഒരു ടൂസ് കോംപ്ലിമെന്റ്. ഓക്കെ, ചെയ്ത് പഠിക്കണോട്ട് വെക്കാം. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റെപ്രസെന്റേഷൻ ഓഫ് ഇന്റിജേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അല്ലെ. എങ്ങനെ ഇന്റിജേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും? സൈൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, വൺസ് കോംപ്ലിമെന്റ് ഉണ്ട്, ടൂസ് കോംപ്ലിമെന്റ് ഉണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് റെപ്രസെന്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. അതായത് ഒരു ക്യാരക്ടറിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? ക്യാരക്ടറിനെ എങ്ങനെ? ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാല്? ഞാൻ പറയാണ് ഇതൊരു ക്യാരക്ടർ ആണ്. ഞാൻ എന്റെ പേര് എഴുതാൻ പോണു അനുശ്രീ. ഇത് കുറെ ക്യാരക്ടേഴ്സ് ആണ്. അനുശ്രീ എന്നുള്ളത് കുറെ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്, കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഇതിൽ ഓരോ ലെറ്ററിനും ഓരോ ക്യാരക്ടർ എന്ന് പറയാൻ എനിക്ക്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ പോണത്. ഈ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആദ്യത്തെയാണ് ആസ്കി, അതായത് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. അതാണ് ഫുൾ ഫോം. എപ്പോഴും ചോദിക്കാറുണ്ട്, ആസ്കിയുടെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുണ്ടാ? അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഇവര് 8 ബിറ്റ്, അതായത് 7 ബിറ്റ്സ് ഫോർ പെർ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന് 7 ബിറ്റ്സ് വരെയാണ് യൂസ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ 128 ക്യാരക്ടേഴ്സ് ആണുള്ളത്. അതായത് 2 raised to 7. 2 raised to 7 is equal to
128 ക്യാരക്ടേഴ്സ് ആണ് യൂസ് ചെയ്യാറ്. ഇനി അടുത്തത് ASCII 8, അതായത് ASCII 8 എന്ന് പറഞ്ഞ അടുത്തതാണ്, വിച്ച് യൂസസ് 8 ബിറ്റ്സ്. ഇവിടെ എത്ര യൂസ് ചെയ്യും? ഇവിടെ 7 ബിറ്റ്സ് ആണെങ്കിൽ ASCII 8 യൂസ് ചെയ്യുക 8 ബിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ റെപ്രസെന്റ് 256 ക്യാരക്ടർ, അതായത് 2⁸8 256 ക്യാരക്ടേഴ്സ് ആണ് അതിന് റെപ്രസെന്റ് ചെയ്യുക, ASCII 8 റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഇതിനടുത്തതാണ് EBCDIC, അതായത് എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. എപ്പോഴും ചോദിക്കാറുണ്ട്, ഇതിന്റെ ഫുൾ ഫോം ചോദിക്കുമ്പോൾ എന്താണ്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. ഓക്കെ അല്ലേ? ഇവിടെ 8 ബിറ്റ് കോഡാണ്, 8 ബിറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കിട്ടും? 256 ക്യാരക്ടേഴ്സ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. 8 ബിറ്റ് എന്ന് പറയുമ്പോൾ 2⁸8 = 256 ക്യാരക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അടുത്തത് ISCI, ISCII, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്ക്രിപ്റ്റ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഓക്കെ, എന്താ? ഇതും 8 ബിറ്റ് റെപ്രസെന്റേഷൻ ആണ് ഫോർ റെപ്രസെന്റിംഗ് വേരിയസ് ലാംഗ്വേജസ് ഇൻ ഇന്ത്യ. നമ്മൾ പഠിച്ചെന്താ? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നാണല്ലേ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലുള്ള വേരിയസ് ലാംഗ്വേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് ആരെ യൂസ് ചെയ്യും? ഈ പറഞ്ഞ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ചിനെ യൂസ് ചെയ്യാം. അതിൽ കുഴപ്പമുണ്ടാ? ഒരാളും കൂടി ഉണ്ട് കേട്ടാ. ആരായാള്? യൂണീക് കോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഡ്. ഇയാളെന്താ? യൂസസ് 16 ബിറ്റ്സ് ഓർ മോർ can represent 65,536 characters. സെറ്റ് അല്ലേ? ഇത്രയും നേരം നമുക്ക് 256 ക്യാരക്ടേഴ്സ് മാത്രം ആകെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷെ യൂണീക് കോഡ് ആയപ്പോ നമുക്ക് ഈ 65,536 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാണ്. ഇവിടെ എന്താ? 16 ബിറ്റ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ക്യാൻ റെപ്രസെന്റ് ഓൾമോസ്റ്റ് ഓൾ റിട്ടൺ ലാംഗ്വേജസ് ഇൻ ദ വേൾഡ്. നമ്മളുടെ ലോകത്തെ എല്ലാ എഴുതപ്പെട്ട ലാംഗ്വേജസും ആർക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഈ യൂണിവേഴ്സൽ കോഡ്, യൂണീക് കോഡിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് ആരൊക്കെയാ ഉള്ളത്? ആദ്യം അമേരിക്ക സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഉണ്ട്. അത് 8 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുക. ടോട്ടൽ 128 ക്യാരക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ASCII 8 ഉണ്ട്. ASCII 8 8 ബിറ്റ്സ് ആണ് ഒരാൾക്ക് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ 256 ക്യാരക്ടേഴ്സിനെ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചതാണ് എന്ത്? എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അതിൽ എത്ര ബിറ്റ്സാ? 8 ബിറ്റ്സ് തന്നെയുള്ള. അപ്പൊ നമുക്ക് എന്ത് പറയാം? 256 കോഡ് തന്നെയാണ്. അതിനുശേഷം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച്. ഇന്ത്യൻ എന്ന് കണ്ടിട്ടുണ്ടല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇന്ത്യയിലെ ലാംഗ്വേജസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് ഉള്ളത്. അടുത്തതാണ് നമ്മൾ എന്ത്? യൂണീക് കോഡ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ കോഡ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്ത് പറയാം? നമുക്ക് വേൾഡിലെ എല്ലാ ലാംഗ്വേജസും, എഴുതപ്പെട്ട എല്ലാ ലാംഗ്വേജസും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്യാം? യൂണീക് കോഡിനെ യൂസ് ചെയ്യാം. സോ നമുക്ക് എന്ത് പറയാം? യൂണീക് കോഡ് യൂസ് 16 ബിറ്റ്സ് ഓർ മോർ. 16 കൂടുതലോ ബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം? യൂണീക് കോഡിൽ യൂസ് ചെയ്യാം. എത്ര ക്യാരക്ടേഴ്സ് റെപ്രസെന്റ് ചെയ്യാം? 65,536 ക്യാരക്ടേഴ്സ് നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാം? യൂണീക് കോഡിൽ റെപ്രസെന്റ് ചെയ്യാം. ഇനി അടുത്തതാണ് ബൂളിയൻ ഓൾജിബ്ര. ഇപ്പൊ നമ്മളെ നമ്പർ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ട് തന്നെ കഴിഞ്ഞേക്കാണ്. ഇനി സെക്കൻഡ് പാർട്ടാണ് ബൂളിയൻ ഓപ്പറേഷൻസ്. ഓക്കെ അല്ലേ? ഈ ബൂളിയൻ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 3 ആൾക്കാരാണ് ഇവിടെ ആലോചിക്കേണ്ട ആൾക്കാര്. ആരൊക്കെയാണ് നോക്കാം അവര്? ആദ്യത്തേതാണ് ഓർ. ഓർ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ അഡീഷൻ. രണ്ടാമത്തെയാണ് ആൻഡ്. ആൻഡ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ. അടുത്തതാണ് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ നെഗേഷൻ. ഇവരെല്ലാവരെയും നമുക്ക് പഠിക്കാം. അപ്പൊ ആദ്യത്തെ ആളെ പഠിക്കാം. ഈ ആൾക്കാരൊക്കെ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു പുതിയൊരു കാര്യം പഠിക്കാം. എന്താണ് ലോജിക് ഗേറ്റ്? എന്താന്ന് പഠിക്കാം. It is a physical device that can perform logical operations on one or more logical inputs. അതായത് ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരു ഫിസിക്കൽ ഡിവൈസ് ആണ് എന്ത്? ഈ ലോജിക് ഗേറ്റ്. ഇത്രയും അറിഞ്ഞാൽ മതി. ഇനി ട്രൂത്ത് ടേബിൾ. ഇറ്റ് ഈസ് എ ടേബിൾ ദാറ്റ് ഷോസ് ബൂളിയൻ ഓപ്പറേഷൻസ് ആൻഡ് ദെയർ റിസൾട്ട്. ഈ പറഞ്ഞ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യണതും അതിന്റെ റിസൾട്ട് ഒക്കെ കാണിക്കുന്ന ഒരു കുഞ്ഞേ ടേബിൾ ആണ് എന്ത്? ട്രൂത്ത് ടേബിൾ. ഇതെല്ലാം നമ്മൾ കാണാൻ പോവേണ്ട. അപ്പൊ ഒന്നുകൂടെ മനസ്സിലാവും. ജസ്റ്റ് ഒന്നൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞെന്നുള്ളൂ. നോക്കിക്കോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഓപ്പറേറ്ററെ പഠിക്കാം. ഓർ ഓപ്പറേറ്റർ. എഴുതിയിട്ടുണ്ട് ലോജിക്കൽ അഡീഷൻ എന്നാണ് നമ്മളെ ഓർ ഓപ്പറേറ്റർ. ഇതാണ് നമ്മളെ ഓർ ഓപ്പറേറ്ററിന്റെ സിമ്പല്. കണ്ടില്ലേ? ഇവിടെ ഞാൻ ലോജിക്കൽ അഡീഷൻ ആണെന്ന് പറഞ്ഞല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ എയും ബിയും കൊടുത്താല് ഇപ്പുറത്ത് എനിക്ക് എന്ത് കിട്ടും?
എ പ്ലസ് ബി കിട്ടും. ഇതാണ് നമ്മൾ ഓറിന്റെ ഓപ്പറേഷൻ. എന്ത് ചെയ്യും? കൊടുക്കുന്ന ആൾക്കാരാ അപ്പുറത്ത് ലോജിക്കൽ അഡീഷൻ ചെയ്ത് കിട്ടും. അപ്പൊ ഞാൻ എയും ബിയും കൊടുത്താല് ഇതിന്റെ അപ്പുറം എത്തുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഈ ഓപ്പറേറ്റർ എന്ത് ചെയ്ത് തരും? എനിക്ക് രണ്ട് ലോജിക്കൽ അഡീഷൻ ചെയ്ത് എ പ്ലസ് ബി ആയിട്ട് തരും. അതാണ് നമ്മൾ ഓർ ഗേറ്റിന്റെ പ്രത്യേകത. അപ്പൊ ട്രൂത്ത് ടേബിൾ ആണിത്. ട്രൂത്ത് ടേബിൾ നമുക്ക് എന്ത് കൊടുക്കാം? എ ബി കൊടുത്താൽ നമുക്ക് ഇപ്പുറം എന്ത് കിട്ടും? എ പ്ലസ് ബി കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? സീറോയും സീറോയും കൊടുത്തു. 0 പ്ലസ് 0 എത്രയുണ്ട്? 0 പ്ലസ് 0 0 ആണ്. അല്ല കുഴപ്പമുണ്ടോ? ഇനി അടുത്തത് സീറോയും സീറോന്റെ വേണ്ട എല്ലാ കോമ്പിനേഷൻസ് ആണ് എഴുതിയേക്കണത്. സീറോയും വണ്ണും കൊടുത്ത് 0 പ്ലസ് 1 എത്രയാണ്? 1. ഇനി അടുത്തത് 1ഉം 0യും കൊടുത്ത് 1ഉം 0യും കൂട്ടി എത്ര കിട്ടും? നമുക്ക് 1 കിട്ടും. ഇനി അടുത്തത് 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലോജിക്കൽ അഡീഷനില് 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 ആണ്. നിങ്ങള് 2's കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ നേരത്ത് 1 പ്ലസ് 1 ചെയ്തപ്പോ നമ്മൾ എന്താ പറഞ്ഞത്? 0 ആയിട്ട് പറഞ്ഞത് ക്യാരി ആയിട്ട് 1 കൊടുത്തു. അത് 2's ബൈനറി അഡീഷൻ ആണ്, മാറിപ്പോവരുത്. ലോജിക്കൽ അഡീഷൻ ആണ്. ഈ ഗേറ്റ് ഒക്കെ വരുമ്പോൾ 1 പ്ലസ് 1 1 ആണ്, മാറിപ്പോവരുത് ട്ടാ. ഇതാണ് നമ്മൾ ലോജിക്കൽ ഓർ. ഇനി അടുത്തത് ലോജിക്കൽ ആൻഡ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുക. അപ്പൊ ഓർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അഡീഷൻ ചെയ്യും. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. മാറിപ്പോവരുത്. ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതി വെക്കുവിടാം. ഓർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? അഡീഷൻ ചെയ്യും. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും. അത് മാറിപ്പോവരുത് ട്ടാ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഈ കൊടുത്ത് വെച്ചേക്കണത്. ആൻഡിന്റെ ട്രൂത്ത് ടേബിൾ ഇതിന്റെ സിമ്പിൾ ആണിത്. ഇതാണ് നമ്മളെ ലോജിക്കൽ ഓപ്പറേറ്റർ ആണ്, ആൻഡിന്റെ ഓപ്പറേറ്റർ ആണ് ഈ കൊടുത്തേക്കണത്. എയും ബിയും കൊടുത്താൽ നിങ്ങൾക്ക് എന്താ കിട്ടും? ഇവിടെ എ ഡോട്ട് ബി ആണ് കിട്ടുക. അതായത് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. മൾട്ടിപ്ലൈ ചെയ്ത് എ ഡോട്ട് ബി തരും. അപ്പൊ ഈ വൈ ആണ് എന്ത്? ഇവിടെ വൈ എന്ന് കൊടുത്താണ് എന്ത്? എ ഡോട്ട് ബി. അപ്പൊ ഇവിടെ കൊടുത്തേക്കണം നോക്കിയേ, എയും ബിയും കൊടുത്താൽ നമുക്ക് ഇപ്പുറത്ത് എന്ത് കിട്ടും? എ ഡോട്ട് ബി ആണ് കിട്ടുക. അപ്പൊ നമുക്ക് നോക്കാം. സീറോയും സീറോയും കൊടുത്ത് 0 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 0 ആണെന്ന് അറിയാം. ഇതിനകത്ത് നോക്കാം. 0 ഇൻറ്റു 1 0യും 1 മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടും? 0 തന്നെ കിട്ടും. ഇനി 1 ഇൻറ്റു 0 1ഉം 0യും മൾട്ടിപ്ലൈ ചെയ്ത് എത്ര കിട്ടും? 0 കിട്ടും. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എന്താ? 1 തന്നെയാണ്. വല്ല കുഴപ്പമുണ്ടാ? ഇതാണ് ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ 0ന്റെ 1ന്റെ എല്ലാ കോമ്പിനേഷൻസും എഴുതണം. ഓക്കെ. ഇനി അടുത്തതാണ് നോട്ട് ഓപ്പറേറ്റർ. ഈ നോട്ട് ഓപ്പറേറ്റർ ഈസ് ഓൾസോ നോൺ ആസ് ഇൻവേർട്ടർ. അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഇൻവേർട്ടർ എന്നറിയപ്പെടുന്ന ഗേറ്റ് ഏതാണെന്ന് ചോദിക്കും. ഏതാണ്? നോട്ട് ട്ടാ. അപ്പൊ നോക്കിക്കോ, ഈ നോട്ട് ഗേറ്റിന്റെ സിമ്പിൾ ആണിത്. ഇതാണ് നമ്മളെ സിമ്പിൾ. ഇവിടെ എ കൊടുത്താല് എ കോംപ്ലിമെന്റ് കിട്ടും. അതായത് ഞാനിവിടെ കൊടുക്കുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുമ്പോൾ അയാൾ 1 ആയിട്ട് വരും. ഞാൻ ഇപ്പുറം കൊടുക്കുന്നത് 1 ആണെന്നുണ്ടെങ്കിൽ അയാൾ ഇപ്പുറം വരുമ്പോൾ 0 ആയിട്ട് വരും. അതാണ് ഇൻവേർട്ടർ എന്ന് പറയും. ഇൻവേർട്ട് ചെയ്ത് വരെയല്ലേ, അതുകൊണ്ടാണ് അയാൾക്ക് എന്ത് പേര് വന്നത്? ഇൻവേർട്ടർ എന്നുള്ള പേര് വന്നത്. നോക്കിക്കോ, ഞാൻ എ കൊടുത്തപ്പോ എനിക്ക് ഇപ്പുറത്ത് എന്താ കിട്ടിയത്? എ കോംപ്ലിമെന്റ് കിട്ടി. ഈ കോംപ്ലിമെന്റ് ചിലപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഇതുപോലെയൊക്കെ തരാം. എങ്ങനെ തന്നാലും എന്താ ഒരു ഉദ്ദേശിക്കണം? എന്താ? എ കോംപ്ലിമെന്റ്. നോക്കിക്കോ, 1 കൊടുത്തപ്പോ എനിക്ക് എന്ത് കിട്ടി? 0 കിട്ടി. ഞാൻ കൊടുക്കുന്ന 0 ആണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അതാണ് ട്രൂത്ത് ടേബിൾ. വല്ല കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പവുമില്ല. അപ്പൊ നമുക്ക് 3 ഓപ്പറേറ്റേഴ്സും പഠിച്ച്, ആൻഡ്, ഓർ, നോട്ട്. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ. ഓർ എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷൻ. നോട്ട് ആണെങ്കിലും ഇൻവേർട്ട് ചെയ്യും. 1 കൊടുത്താൽ 0 0 കൊടുത്താൽ 1. ഇനി നമുക്ക് ഇവരെ വെച്ചങ്ങാട്ട് എന്ത് ചെയ്യാം? ഈ ലോജിക് സർക്യൂട്ട്സ് വരയ്ക്കാം. ക്വസ്റ്റ്യൻ വരും, ലോജിക് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞാണ് വരാം. അപ്പൊ ഈ സർക്യൂട്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താണ് ഇതെന്ന് ആലോചിച്ചിരിക്കണം. ഇത്ര ഉള്ള സാധനം കേട്ടാ. ഇവിടെ നോക്കിക്കോ, എയും ബിയും കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടേണ്ടത് എ കോംപ്ലിമെന്റ് പ്ലസ് ബി എന്നാണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം തന്നെ ഫസ്റ്റ് താഴെ നോക്കെന്താ? എ കോംപ്ലിമെന്റ് ആണ്. എ കോംപ്ലിമെന്റ് എങ്ങനെ കിട്ടും? കോംപ്ലിമെന്റ് കിട്ടണ എവിടെ നിന്നാണ്? ദേ ഇയാളാണല്ലേ നോട്ട് ഗേറ്റ് കൊടുത്ത് എ കൊടുത്ത് എനിക്ക് അപ്പുറം എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ എനിക്ക് ഇയാളെ കൊണ്ട് ഇവിടെ കൊടുക്കാം. എനെ ഞാൻ എന്ത് ചെയ്തു? ഒരു നോട്ട് ഗേറ്റ് കൂടെ പറഞ്ഞയച്ചപ്പോ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? എ കോംപ്ലിമെന്റ് കിട്ടി. വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല അല്ലെ. ഇനി എന്ത് ചെയ്യാ? അടുത്ത ആരെയാ വേണ്ടത്? ബീനെയാണ്. ബിക്ക് വല്ല കുഴപ്പമുണ്ടോ? ബി ഡയറക്റ്റ് കൊടുത്തേക്ക് കോംപ്ലിമെന്റും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ ബീനെ അതുപോലെ തന്നെ കൊടുത്തു. ഇവരെ രണ്ടുപേരെയും കൂടെ എന്താ ചെയ്തേക്കണത്? അഡീഷൻ, പ്ലസ് ആണ് ചെയ്തേക്കണത്. പ്ലസ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ആരെയാണ് യൂസ് ചെയ്തിരുന്നത്? പ്ലസ് ചെയ്യിപ്പിക്കാൻ നമ്മളാ ഓർ ഗേറ്റ്. എയും ബിയും കൊടുത്തപ്പ എ പ്ലസ് ബി തരുന്ന ആളാരായിരുന്നു? ഓർ ഗേറ്റ് ആയിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവർ രണ്ടുപേരും കൂടെ പ്ലസ് ആ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് കൊടുത്തു? ഓർ ഗേറ്റ് കൊടുത്തു. എ കോംപ്ലിമെന്റ് പ്ലസ് ബി എന്ന് കിട്ടി. കുഴപ്പമുണ്ടാ?
ഇനി അടുത്ത നോക്കാം, എക്സും വൈയും ആണ് കൊടുക്കുന്നത്. എക്സും വൈയും കൊടുക്കുമ്പോ എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെന്റ് ആണ് കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് എക്സും വൈയും കൊടുക്കാം. എക്സും വൈയും കൊടുത്താൽ ആദ്യം കിട്ടേണ്ടത് എന്താ, എക്സ് ഡോട്ട് വൈ. ഡോട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ യൂസ് ചെയ്തിരുന്നത്, നമ്മളുടെ ആൻഡ് ഓപ്പറേറ്റർ ആണ് ഇവിടെ കിട്ടത്. എയും ബിയും കൊടുത്തപ്പോ എ ഡോട്ട് ബി കിട്ടി. അവിടെ എയും ബി അല്ല കൊടുക്കേണ്ടത്, എന്താ എക്സും വൈ ആണ് അവർ കൊടുക്കണമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എക്സും വൈയും കൊടുത്ത് എന്ത് ചെയ്ത് ആൻഡ് ഗേറ്റ് കൊടുത്ത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഡോട്ട് വൈ കിട്ടി. ഇപ്പൊ ഇത് റെഡിയായി. ഇനി ആരെയാണ് വേണ്ടത്, വൈ കോംപ്ലിമെന്റ് വേണം. അപ്പൊ എന്താ ചെയ്യാ, ഈ വൈഡ് അവിടെ അങ്ങോട്ട് വരയ്ക്കാണ്ട് കോംപ്ലിമെന്റ് കിട്ടാൻ ഏത് ഗേറ്റാ യൂസ് ചെയ്യേണ്ടത്, നോട്ട് ഗേറ്റ് യൂസ് ചെയ്യാം. അപ്പൊ നോട്ട് ഗേറ്റ് കൊടുക്കുക, ഇവിടെ നമുക്ക് എന്ത് കിട്ടും, വൈ കോംപ്ലിമെന്റ് കിട്ടും. ഇവരെ രണ്ടുപേരെയും കൂടെ എന്താ ചെയ്യിപ്പിച്ചേക്കണത്, അഡീഷൻ. അഡീഷൻ ചെയ്യാൻ നമുക്ക് ആരെ വേണം, ഓർ ഗേറ്റ് വേണം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഓർ ഗേറ്റ് കൊടുത്തു. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, ഈ രണ്ടാൾക്കാരെ തമ്മിൽ കൂട്ടിയിട്ട് എക്സ് ഡോട്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെന്റ് കിട്ടി. മനസ്സിലായോ? ഇനി അടുത്ത ചെയ്യാം, നമുക്ക് എയും ബിയും കൊടുക്കുമ്പോ എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്, ഇതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, എയും ബിയും കൊടുത്ത് ആദ്യം എന്താ വേണ്ടത്, എ പ്ലസ് ബി വേണം അല്ലെ. എ പ്ലസ് ബിക്ക് നമുക്ക് ഏത് ഗേറ്റ് യൂസ് ചെയ്യാം, ഓർ ഗേറ്റ് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ എനെ ബിനെ അങ്ങോട്ട് പറഞ്ഞയച്ച് ഓർ ഗേറ്റ് കൂടെ പറഞ്ഞയക്കുമ്പോൾ എനിക്ക് ഇപ്പുറത്ത് എന്ത് കിട്ടി, എ പ്ലസ് ബി കിട്ടി. അത് അവിടെ സെറ്റ് ആയിരുന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത ആൾക്കാർ നോക്കാം, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് ആണ് വേണ്ടത്. അപ്പൊ ഞാൻ എ വെറുതെ നിങ്ങളുടെ ഇറക്കി കൊടുക്കാൻ എന്താ കോംപ്ലിമെന്റ് ആയിട്ടാ പോയേക്കണത്. അപ്പൊ ആദ്യം എന്നെ പിടിച്ച് നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലിമെന്റ് ചെയ്യിപ്പിക്കാട്ടാ. ഞാൻ എനിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞയച്ച് കണ്ട് എന്ത് ചെയ്ത് എനെ ഞാൻ എന്ത് ചെയ്ത് കോംപ്ലിമെന്റ് ചെയ്ത്, കുഴപ്പമുണ്ടാ. ഇനി അടുത്തത് ബിയുടെ കോംപ്ലിമെന്റ് വേണം. ബിയുടെ ഞാൻ ഇതിൽ കൂടെ അങ്ങോട്ട് പറഞ്ഞയച്ച് ബിയിലെ നോട്ട് ഗേറ്റ് കൂടെ പറഞ്ഞയച്ച് ബിയുടെ കോംപ്ലിമെന്റ് കിട്ടി. ഇനി ഇവരെ രണ്ടുപേരും എ കോംപ്ലിമെന്റ് റെഡിയായി, ബി കോംപ്ലിമെന്റ് റെഡിയായി. ഈ റെഡിയായ സാധനങ്ങൾ തമ്മിൽ എന്താ ചെയ്തേക്കണത്, പ്ലസ്. അപ്പൊ നമുക്ക് എന്ത് കൂടെ പറഞ്ഞയക്കാം, ഓർ ഗേറ്റ് കൂടെ പറഞ്ഞയക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ് കിട്ടും. കുഴപ്പമുണ്ടാ. ഇനി നമുക്ക് ഇവരെ തമ്മിൽ എന്താ ചെയ്യിപ്പിക്കേണ്ടത്, ഈ രണ്ടാൾക്കാർ എന്താ ചെയ്തേക്കണത്, ഡോട്ടാണ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമുക്ക് ആരെ യൂസ് ചെയ്യാം, ആൻഡ് ഗേറ്റിനെ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് ബി ഡോട്ട് എ കോംപ്ലിമെന്റ് പ്ലസ് ബി കോംപ്ലിമെന്റ്. കുഴപ്പമുണ്ടാ. ഈ വന്നിരിക്കുന്ന രണ്ടാൾക്കാരെ പിടിച്ച് എന്ത് ചെയ്യിപ്പിക്കാം, ഡോട്ട് ചെയ്യിപ്പിക്കാം. ഓക്കെ. ഇനി അടുത്ത് നോക്കിക്കോട്ടാ, എയും ബിയും കൊടുക്കുമ്പോ എ കോംപ്ലിമെന്റ് ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ്. അപ്പൊ നമുക്ക് നോക്കാം, ആദ്യത്തെ ആളെ നോക്കാം, എ കോംപ്ലിമെന്റ് ആയിട്ടാ കിടക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പിടിച്ച് കോംപ്ലിമെന്റ് അടിക്കാം. അപ്പൊ നമ്മ എനെ പറഞ്ഞയക്കും, എന്തിൽ കൂടെ പറഞ്ഞയക്കും, നോട്ട് ഗേറ്റ് കൂടെ പറഞ്ഞയക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ കോംപ്ലിമെന്റ് കിട്ടും. ഇനി ബി, അടുത്ത ആളെ നോക്കാം, ബി കോംപ്ലിമെന്റ് ഒന്നുമില്ലല്ലേ, വെറുതെ ഇരിക്കാണ്. സോ ഒന്നീ കൂടെ പറഞ്ഞയക്കണം, ഡയറക്റ്റ് പറഞ്ഞയക്കാം. ഇവർ രണ്ടുപേരും എന്താ ചെയ്തേക്കണത്, ഇവർ രണ്ടുപേരെയും കൂടി എന്താ ചെയ്ത് വെച്ചേക്കണത്, ഡോട്ടാണ് ചെയ്ത് വെച്ചേക്കണത്. ഡോട്ട് ചെയ്യാൻ നമുക്ക് ആരെ വേണം, ആന്റിനെ വേണം. ഞാൻ എന്ത് ചെയ്തപ്പോ രണ്ടാളെയും കൂടെ പറഞ്ഞയച്ചപ്പോ എനിക്ക് ഇവിടെ എന്ത് കിട്ടി, എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എന്ന് കിട്ടി. കാണുന്നുണ്ടോ നിങ്ങൾക്ക്, എ കോംപ്ലിമെന്റ് ഡോട്ട് ബി എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം, എന്താ എ ഡോട്ട് ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഒന്നും ഇല്ലല്ലേ, വെറുതെ പറഞ്ഞയച്ചേക്കാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പുറത്തുനിന്ന് എ ഞങ്ങൾ വെറുതെ പറഞ്ഞയക്കാം. അടുത്ത ആളെ നോക്കാം, ബി. ബി എന്താ കോംപ്ലിമെന്റ് ആയിട്ടാണല്ലേ വന്നേക്കണത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ബീനെ എടുത്തും കണ്ടിട്ട് നോട്ട് ഗേറ്റ് കൂടെ പറഞ്ഞയച്ച് കോംപ്ലിമെന്റ് ആക്കണം. ഇനി ഇവരെ രണ്ടുപേരും കൂടെ എന്താ ചെയ്തേക്കുന്നത്, ഡോട്ടാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ആന്റി കൂടെ പറഞ്ഞയക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, എ ഡോട്ട് ബി കോംപ്ലിമെന്റ് കിട്ടും. എ നമ്മൾ വെറുതെ കൊണ്ടുപോയി, പിന്നെ നമ്മൾ കോംപ്ലിമെന്റ് അടിച്ച് കൊണ്ടുപോയി. ഇനി ഇപ്പൊ ഇതും റെഡിയായി, ഇതും റെഡിയായി. ഈ രണ്ടാൾക്കാരും തമ്മിൽ എന്താ ചെയ്തേക്കണത്, പ്ലസ് ആണ് ചെയ്തേക്കുന്നത്. പ്ലസ് ചെയ്യാൻ നമുക്ക് ആരെ വേണം, ഓർ ഗേറ്റ് വേണം. ഓർ ഗേറ്റ് ഇവിടെ റെഡി ആയി നിൽപ്പുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ടാൾക്കാരും തമ്മിൽ പ്ലസ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് ആയിട്ട് എ കോംപ്ലിമെന്റ് ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി കോംപ്ലിമെന്റ്. വല്ല കുഴപ്പമുണ്ടാ, മനസ്സിലായോ? ഇനി ഇതുപോലത്തെ നിങ്ങൾ കുറെ പ്രാക്ടീസ് ചെയ്യണം കേട്ടാ. ഞാൻ നോക്കിക്കോ, കുറച്ച് പോസ്റ്റുലേറ്റ്സ് ആണ്, ബേസിക് പോസ്റ്റുലേറ്റ്സ് ഓഫ് ബൂളിയൻ ആൾജിബ്രയാണ്. ഈ പോസ്റ്റുലേറ്റ്സ് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്തത് ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. പോസ്റ്റുലേറ്റ് 1, പ്രിൻസിപ്പിൾസ് ഓഫ് 0 and 1. 0യുടെയും 1ന്റെയും ഒരു പോസ്റ്റുലേറ്റ് ആണ്. നോക്കിക്കോപ്പാ, ഇഫ് എ നോട്ട് ഈക്വൽ ടു 0 then a is equal to 1. അതായത് നമുക്ക് ആകെ രണ്ട് വാല്യൂസ് ഉള്ള എന്തൊക്കെ, 0യും ഉണ്ട് 1ഉം ഉണ്ട്. ഇവർ പറയാണ് എയുടെ വാല്യൂ 0 അല്ല, പിന്നെ ആരുണ്ട്, 1 ഉള്ളൂ. സോ a is equal to then a is equal to 1. ഇനി അടുത്തത് എയുടെ വാല്യൂ 1 അല്ല, പിന്നെ ആരോ ഉള്ളത്, നമ്മളാ
സീറോ ആണുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? then a is equal to 0 എന്ന് പറയാം. ഇനി അടുത്ത് നോക്കിക്കോ, പോസ്റ്റുലേറ്റ് 2 നമ്മൾ ഓർ ലോജിക്കൽ അഡീഷൻ നമ്മൾ പഠിച്ചല്ലേ, എന്ത് അഡീഷൻ 0 പ്ലസ് 0 എന്ന് പറഞ്ഞ എന്താ 0, 0 പ്ലസ് 1 എന്ന് പറഞ്ഞ എന്താ 1, 1 പ്ലസ് 0 എന്ന് പറഞ്ഞ എന്താ 1, 1 പ്ലസ് 1 എന്ന് പറഞ്ഞ എന്താ 1. നമ്മൾ നേരത്തെ പഠിച്ചു. പോസ്റ്റുലേറ്റ് 3 ആൻഡ് ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ അത് നമ്മൾ പഠിച്ചത് എന്ത് 0 into 0 എന്താ 0, 0 into 1 എന്താ 0, 1 into 0 എന്താ 0, 1 into 1 1. നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. ഇനി അടുത്ത് നോക്കാം നോട്ട് ലോജിക്കൽ നെഗേഷൻ ഓർ കോംപ്ലിമെന്റ് റൂൾ. നമുക്കറിയാം എന്ത് നമ്മളെ നോട്ട് ഗേറ്റ് എന്തിനാണോ കൊടുക്കുന്നത് അതിനെ നേരെ തിരിച്ചു തരും. ഇവിടെ ചോദിക്കുന്നത് എന്താ സീറോന്റെ കോംപ്ലിമെന്റ്, അപ്പൊ സീറോനെ തിരിക്കുമ്പോൾ എന്ത് കിട്ടും 1 കിട്ടും. 1ന്റെ കോംപ്ലിമെന്റ് 1 തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും 0 കിട്ടും. ഇത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. ഡ്യുവാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കിക്കോ, നമ്മ കൊടുക്കണത് പ്ലസ് ആണെന്ന് വിചാരിക്കും, അഡീഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി തരും. അതായത് നമ്മ കൊടുക്കണത് ഓർ ആണെന്നുണ്ടെങ്കിൽ അതിനെ ആൻഡ് ആക്കി തരും, ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓർ ആക്കി തരും. അതാണ് നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. പിന്നെ നമ്മ കൊടുക്കണത് എന്താണ് റീപ്ലേസ് 0 by 1. 0 ആണെങ്കിൽ 1 ആക്കും, 1 ആണെങ്കിൽ എന്താക്കും 0 ആക്കും. മനസ്സിലായ? അപ്പൊ എന്താ ചെയ്യാ, ഓർ ആണെന്നുണ്ടെങ്കിൽ ആൻഡ് ആക്കും, ആൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓർ ആക്കും, 0 ആണെന്നുണ്ടെങ്കിൽ 1 ആക്കും, 1 ആണെന്നുണ്ടെങ്കിൽ 0 ആക്കും. ഇതാണ് നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. പിന്നെ വേറൊരു സാധനം പഠിച്ചു വെക്കാം, a plus a complement is equal to 1, a dot a complement is equal to 0. അതായത് ഇപ്പൊ എയുടെ വാല്യൂ 1 ആണെന്ന് വെക്കാം, അപ്പൊ എയുടെ കോംപ്ലിമെന്റ് എന്തായിരിക്കുള്ളൂ 0 ആയിരിക്കുള്ളൂ. 1 plus 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 ആയിരിക്കുള്ളൂ. ഇനി a എന്ന് പറഞ്ഞ വാല്യൂ 0 എന്ന് വിചാരിക്കാം, a കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോ എന്താവും 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 1 ആവും. 1 into 0 എന്ന് പറയുമ്പോൾ 0 ആയിരിക്കുള്ളൂ. അതാണ് നാം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങൾ എന്താ പഠിക്കേണ്ടത്, ഡ്യുവാലിറ്റിയുടെ പ്രിൻസിപ്പിൾ ആണ് പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം ഞാനിപ്പോ, what is the dual of x dot y? x dot y ഡ്യുവൽ ഫോം എങ്ങനെ എഴുതാ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് ആണെങ്കിൽ എന്തായിട്ട് മാറത് പ്ലസ് ആയിട്ട് മാറും അല്ലെ. അപ്പൊ ഈ ഡോട്ട് മാറ്റി എന്താക്കിയാ മതി എക്സ് പ്ലസ് വൈ ആക്കിയാ മതി. വല്ല കുഴപ്പമുണ്ടാ? അടുത്ത ക്വസ്റ്റ്യൻ തരാ 0 plus 1 ഇതിന്റെ ഡ്യുവൽ ആണ് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ആക്കും, 0 എന്തായി മാറും 1 ആയി മാറും, പ്ലസ് എന്തായി മാറും ഡോട്ട് ആയി മാറും, 1 എന്തായി മാറും 0 ആയി മാറും. മനസ്സിലായോ? ഇങ്ങനെ ഡ്യുവൽ ചോദിക്കാം, ഡ്യുവാലിറ്റിയിൽ എഴുതാം. ക്വസ്റ്റ്യൻ വരോട്ടാ. അടുത്തതാണ് ഡിമോർഗൻസ് ലോ, ഡിമോർഗൻസ് തിയറം അല്ലെങ്കിൽ ഡിമോർഗൻസ് ലോ. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞതേ എക്സ് പ്ലസ് വൈയുടെ ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എക്സ് കോംപ്ലിമെന്റ് ഡോട്ട് വൈ കോംപ്ലിമെന്റ്. അപ്പൊ ഇത്രയുള്ള സംഭവം എക്സും വൈയും തമ്മിൽ കൂട്ടാണ്, ഒന്നിച്ച് പിടിച്ച് കോംപ്ലിമെന്റ് ചെയ്ത് ഇതിന് നമുക്ക് എന്ത് ചെയ്യാ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക കോംപ്ലിമെന്റിന്റെ. പിന്നെ ഈ പ്ലസ് കണ്ട പ്ലസ് മാറ്റി എന്താക്ക ഡോട്ട് ആക്കാം. ഇത്ര ഉള്ള എന്ത് ഡിമോർഗൻസ് ലോ. ഇതിന്റെ നേരെ തിരിച്ചുള്ളത്, നേരെ തിരിച്ചെങ്ങനെ പറയാൻ പറ്റും, എക്സ് ഡോട്ട് വൈയുടെ ഓൾ കോംപ്ലിമെന്റ് എന്ത് ചെയ്യാണ്ട് കോംപ്ലിമെന്റ് ഓരോരുത്തർക്ക് കൊടുക്കാം, എക്സ് കോംപ്ലിമെന്റും വൈ കോംപ്ലിമെന്റും. ഡോട്ട് മാറ്റി എന്താക്കണം പ്ലസ് ആക്കണം. സോ സിമ്പിൾ. വല്ല കുഴപ്പമുണ്ടാ? അപ്പൊ നമുക്ക് നോക്കാം, തിയറിലോട്ട് നോക്കാം നമുക്ക്. ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ്, ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ് is equal to the product of their individual complement. എന്താ പറഞ്ഞേക്കണത്, സം ഓഫ് ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ദ ബൂളിയൻ വേരിയബിൾ. സം എന്ന് പറഞ്ഞാൽ എന്താ എക്സിന്റെ വൈന്റെ സം is equal to എന്താണ് പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്. ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്സിന്റെ പ്രൊഡക്റ്റിനോട് ഈക്വൽ ആണെന്ന്. അപ്പൊ എന്താ പറയാ, ദ കോംപ്ലിമെന്റ് ഓഫ് സം ഓഫ് ബൂളിയൻ വേരിയബിൾസ് is equal to product of their individual complements. ഇനി അടുത്ത് നമുക്ക് നേരെ തിരിച്ച് രണ്ടാമത്തെ ദ കോംപ്ലിമെന്റ് ഓഫ് നേരെ സം ആയിരുന്നു, അത് മാറി ഇവിടെ എന്താവും പ്രൊഡക്റ്റ് ആവും. പ്രൊഡക്റ്റ് ഓഫ് ബൂളിയൻ വേരിയബിൾസ് is equal to സം ഓഫ് ദെയർ ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്സ്. അതായത് ഒന്നിച്ചുള്ള കോംപ്ലിമെന്റ് പ്രൊഡക്റ്റ് ഓഫ് ദ ബൂളിയൻ വേരിയബിൾസ് is equal to സം ഓഫ് ദെയർ എന്ത് ഇൻഡിവിജ്വൽ കോംപ്ലിമെന്റ്സ്. അതുകൊണ്ടാണ് നമ്മൾ കോംപ്ലിമെന്റ് ഓരോരുത്തർക്കായിട്ട് കൊടുത്തത്. ഓക്കെ അല്ലേ? ഡിമോർഗൻസ് ലോ ഇമ്പോർട്ടന്റ് ആണ് ട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ആണ്. യൂണിവേഴ്സൽ ഗേറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കും. നമുക്ക് 2 യൂണിവേഴ്സൽ ഗേറ്റ് ആണുള്ളത്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. ഇവരെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിക്കാൻ കാരണം ഈ 2 ഗേറ്റ്സ് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഇവരെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് വിളിച്ചത് ട്ടാ. ആദ്യത്തെ ഗേറ്റ് നമുക്ക് പഠിക്കാം നാൻഡ് ഗേറ്റ്.
ഇതാണ് നാൻഡ് ഗേറ്റിന്റെ സിമ്പൽ. ഇത് വന്നത് എവിടെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ, നമ്മളെ ആൻഡ് ഗേറ്റ്, നമ്മളെ നോട്ട് ഗേറ്റ്. ഞാൻ ഈ ആൻഡ് ഗേറ്റ് കൂടെ എയും ബിയും പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബി കിട്ടും അല്ലെ. ഇനി എ ഡോട്ട് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇവരെ പിടിച്ച് ഇങ്ങനെ നോട്ടി കൂടെ പറഞ്ഞാക്കി. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? എ ഡോട്ട് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 2 ഗേറ്റ് യൂസ് ചെയ്തു. ഇതെല്ലാം കൂടിയും ഒരു ഗേറ്റിലേക്ക് ആക്കാൻ പോണെ. എങ്ങനെ ആക്കും? ഈ സാധനം കണ്ട തീർത്ത് ഞാൻ ഇപ്പുറത്തേക്ക് ഇട്ട് കൊടുത്തു. സോ എനിക്ക് ഡയറക്റ്റ് കിട്ടും എന്ത്? എയും ബിയും കൊടുത്താല് എ ഡോട്ട് ബി എനിക്ക് ഡയറക്റ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? അതായത് ഞാൻ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുത്തതിന് ശേഷമാണ് എനിക്ക് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടിയത്. പക്ഷെ ഞാൻ നാൻഡ് ഗേറ്റ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് ഡയറക്റ്റ് കിട്ടുകയാണ് ഇവിടേക്ക്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് നോക്കാട്ടാ. ഇവിടെ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കാം. അപ്പൊ നമുക്ക് എയും ബിയും കൊടുത്താല് എ ഡോട്ട് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടും. അപ്പൊ ഞാൻ 0യും 0യും കൊടുത്ത്, ശരിക്കും 0യും എന്താ? നമുക്ക് വേറൊരു ഇതും കൂടെ എഴുതാം ഇവിടെ. ഇച്ചിരി വേറെ ഒന്നും കാണിച്ചരാ. എ ഉണ്ട്, ബി ഉണ്ട്, എ ഡോട്ട് ബി ഉണ്ട്, എ ഡോട്ട് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് ഉണ്ട്. ദേ അവൻ എയും ബിയും കൊടുത്തപ്പോ നമുക്ക് എന്ത് കിട്ടി? എ ഡോട്ട് ബി കിട്ടി. അതിന് നമ്മൾ നോട്ടിൽ കൂടെ പറഞ്ഞയച്ചപ്പോ നമുക്ക് എന്ത് കിട്ടിയത്? എ ഡോട്ട് ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടിയത്. അത് നമ്മൾ നാൻഡ് ഗേറ്റ് ആയപ്പോ ഇത്ര 2 ഗേറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം ഒറ്റ ഗേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത്. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞുതരണം കേട്ടാ. എയിലും ബിയിലും, എയിൽ ഞാൻ 0 കൊടുത്ത്, ബിയിലും ഞാൻ 0 കൊടുത്ത്. എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ 0 × 0 = 0. ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. കോംപ്ലിമെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ നേരെ തിരിക്കാം. 0നെ തിരിക്കുമ്പോൾ എന്തായി മാറും? 1 ആയി മാറും. അങ്ങനെയാണ് ഈ 1 വന്നേക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി എന്താ? 0യും 1ഉം കൊടുത്ത് എ ഡോട്ട് ബി 0 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 തന്നെയാണ്. നേരെ തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി 1ഉം 0യും കൊടുത്തപ്പോ 1 × 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിന് നേരെ തിരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. ഇനി 1ഉം 1ഉം കൊടുത്ത് 1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. നേരെ തിരിക്കുമ്പോൾ നമുക്ക് 0 കിട്ടും. അതാണ് ഈ കൊടുത്തത്. ഒരു ഡയറക്റ്റ് എഴുതിയേക്കണ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. ഇനി അടുത്തതാണ് ലോജിക്കൽ ഓർ നോർ. അതായത് നമ്മളെ നോട്ട് ഗേറ്റിന്റെ ഒപ്പം ഓർ ഗേറ്റിന്റെ ഒപ്പം ഒരു നോട്ട് ഗേറ്റ് വന്നേക്കാം. അപ്പൊ നോക്കിവിടാ, ഇതാണ് നമ്മൾ എന്ത്? ഓർ ഗേറ്റ് അല്ലേ. ഞാൻ എയും ബിയും കൊടുത്ത്, എയും ബിയും കൊടുക്കുമ്പോ എന്താണ്? എ പ്ലസ് ബി ആണ് കിട്ടുന്നത്. നമ്മൾ ഓർ ഗേറ്റ് ആണ്. ഇനി എ പ്ലസ് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു നോട്ട് ഗേറ്റ് കൂടെ പറഞ്ഞാൽ എനിക്ക് എ പ്ലസ് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടി. അതായത് ഇവിടെ എനിക്ക് എ പ്ലസ് ബി ആണ് കിട്ടിയത്. ഇനി ഇതിൽ കൂടെ പറഞ്ഞയച്ചപ്പോ എനിക്ക് എന്ത് കിട്ടി? എ പ്ലസ് ബിയുടെ ഓൾ കോംപ്ലിമെന്റ് കിട്ടി. വേറെ കുഴപ്പമുണ്ടാ? ഇല്ലല്ല. ഞാൻ എന്ത് ചെയ്യാൻ പോണേ? ഈ ഉണ്ടനെ പിടിച്ചും കണ്ടിട്ട് ഇവിടെ കിട്ടപ്പോ എനിക്ക് ഡയറക്റ്റ് കിട്ടിയത് എ പ്ലസ് ബി കൊടുക്കുമ്പോ എ പ്ലസ് ബി ഓൾ കോംപ്ലിമെന്റ് ഡയറക്റ്റ് കിട്ടിയത്. ഈ ഒരു നോട്ട് ഗേറ്റിന്റെ ആവശ്യം അവിടെ ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കാം. 0യും 0യും കൊടുക്കുമ്പോ എനിക്ക് എന്താ കിട്ടാ? 1 കിട്ടും. അതായത് എ പ്ലസ് ബി എന്ന് പറയാം. 0 + 0 എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിനെ നോട്ട് എടുക്കുമ്പോൾ 1 ആവും. നേരത്തെ എഴുതിയ പോലെ. ഇനി 0യും 1ഉം കൊടുക്കുമ്പോഴോ 0 കിട്ടും. 1ഉം 0യും കൊടുക്കുമ്പോൾ 0 കിട്ടും. 1ഉം 1ഉം കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 0 കിട്ടും. ഓക്കെ, ഇനി അടുത്തത് കേട്ടാ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്താണ്? ഈ ഭാഗം നിങ്ങൾ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിക്കാം, സമയമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നില്ലേ നാൻഡും നോറും ആണ് യൂണിവേഴ്സൽ ഗേറ്റ്. ഈ യൂണിവേഴ്സൽ ഗേറ്റിന് വിളിക്കാൻ കാരണം ഇവരെ കൊണ്ട് എല്ലാ ഗേറ്റ്സിനെയും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കഴിവായിരിക്കുന്നുണ്ട്. ഇവർക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെന്ത് വിളിച്ചത്? യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിച്ചത്. അപ്പൊ നമുക്ക് നോക്കാം, കഴിവ് നോക്കാട്ടാ. ആദ്യത്തെ ആളാണ് നാൻഡ് ഗേറ്റ്. ഈ നാൻഡ് ഗേറ്റ് വെച്ചെങ്ങനെ നോട്ട് ഗേറ്റ് ഉണ്ടാക്കും നോക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ആദ്യം നമ്മൾ എയും ബിനെയും കൂടെയാണ് പറഞ്ഞയച്ചല്ലേ. ഇവിടെ നമ്മൾ 2 സൈഡിലും എനെ ഒറ്റക്ക് പറഞ്ഞയക്കാൻ പോണു. എനെ ഞാൻ പറഞ്ഞയച്ചു. അപ്പൊ എങ്ങനെ പോകുന്നത്? എയിലേക്കൂടെയും പോവും, ഇയിലേക്കൂടെയും പോവും. അതായത് എ ഡോട്ട് എയുടെ ഓൾ കോംപ്ലിമെന്റ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. 1 × 1 എന്ന് പറഞ്ഞാൽ എന്താ 1 ആണ്. 0 × 0 എന്ന് പറഞ്ഞാൽ എന്താ 0 ആണ്. അപ്പൊ എ × എ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെ ആയിരിക്കുള്ളൂ? എ തന്നെ ആയിരിക്കൂലേ. സോ നമുക്ക് ഇവിടെ എന്ത് പറയാം? ലാസ്റ്റ് നമുക്ക് എന്ത് കിട്ടി? എ കോംപ്ലിമെന്റ് കിട്ടി. അപ്പൊ നമ്മൾ നാൻഡ് ഉണ്ടാക്കിയില്ലേ. ഇനി നോട്ട് ഉണ്ടാക്കി. ഇനി അടുത്തത് ആൻഡ് ഗേറ്റ് എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ആരെ വെച്ചിട്ടാണ്? നാൻഡ് ഗേറ്റ് വെച്ചിട്ട്. നാൻഡ് ഗേറ്റ് വെച്ച് നോട്ട് ഉണ്ടാക്കാനായിട്ട് 2 നാൻഡ് ഗേറ്റിനെ പറഞ്ഞയച്ചാൽ മതി. എങ്ങനെയാണ്? എ അതിനെന്താ പറഞ്ഞയക്കുന്നത്? എ ഡോട്ട് ബി കിട്ടും. അതിനെ വീണ്ടും പറഞ്ഞയക്കാം. നമുക്ക് എ ഡോട്ട് ബിനെ എന്ത് ചെയ്ത് വീണ്ടും പറഞ്ഞയച്ചപ്പോൾ എ ഡോട്ട് ബി × എ ഡോട്ട് ബി വരും = വെറും എ ഡോട്ട് ബി. ഓക്കെ, ഇനി അടുത്തത് ഓർ ഗേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഓർ ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 3 ഗേറ്റ് വേണം. 3 നാൻഡ് ഗേറ്റ് വേണം. ആദ്യം എ പറഞ്ഞയച്ച് ബി പറഞ്ഞയച്ച്. ഇവിടെ എ കോംപ്ലിമെന്റ് കിട്ടി, ഇവിടെ ബി കോംപ്ലിമെന്റ് കിട്ടി. ഇനി ഈ എ കോംപ്ലിമെന്റിനെയും ബി കോംപ്ലിമെന്റിനെയും നമ്മൾ അടുത്ത ഗേറ്റിൽ കൂടെ പറഞ്ഞയക്കാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ? എ പ്ലസ് ബി കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ
നോർ ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ നോട്ട് ഗേറ്റ് ഉണ്ടാക്കും നോക്കാം. നോട്ട് ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് ഏന് എന്ത് ചെയ്യാ, ഈ നാൻഡ് ഗേറ്റിൽ കൂടെ രണ്ട് കൂടെ പറഞ്ഞേക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, എ പ്ലസ് എയുടെ ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് കിട്ടി. ഇനി അടുത്തത് ആൻഡ് ഗേറ്റിനെ പറഞ്ഞേക്കണം. ആൻഡ് ഗേറ്റ് ഉണ്ടാക്കണം ആരെ വെച്ച്, നോർ ഗേറ്റ് വെച്ച്. അപ്പൊ നമുക്ക് 3 ഗേറ്റ് വേണം. എ കിട്ടി, ബി കിട്ടി. ഇതിനെ വീണ്ടും പറഞ്ഞേക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എ ഡോട്ട് ബി കിട്ടും. ഇനി നോർ ഗേറ്റ് വെച്ച് ഓർ ഗേറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എത്ര എണ്ണം മതി, 2 എണ്ണം മതി. അപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടേ, നിങ്ങൾക്ക് ഇങ്ങനെ ഷോർട്ട് കട്ട് ആയിട്ട് ആലോചിച്ചാൽ മതി. നോട്ട് ഉണ്ടാക്കാൻ എപ്പോഴും ഒരു ഗേറ്റ് മതി നമുക്ക്. ഇനി നാൻഡ് വെച്ച് ആൻഡ് ഉണ്ടാക്കാനായിട്ട് 2 ഗേറ്റ്, നോറ് വെച്ച് ഓർ ഉണ്ടാക്കാനായിട്ട് 2 ഗേറ്റ്. അവിടെ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അപ്പൊ 2 എണ്ണം മതി. ഇനി നാൻഡും ഓറും വലിയ ഭംഗിയില്ല, ഒരു രസമില്ല രണ്ടാളും കൂടി, അപ്പൊ 3 എണ്ണം വേണം. അതേപോലെ തന്നെ നോറും ആൻഡും ഒരു രസമില്ല അല്ലേ, അപ്പൊ നമുക്ക് എന്തെണ്ണം വേണം, 3 എണ്ണം വേണം. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടാ. ഇനി അടുത്ത നോക്കാം, നമുക്ക് ലാസ്റ്റ് ഭാഗമാണ് ഇമേജ് ഫയൽ ഫോർമാറ്റ്സ്. ഈ ഫയൽ ഫോർമാറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഓരോ കാര്യം ഫോട്ടോസ് ഒക്കെ സേവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, JPG ഫോർമാറ്റ്, PNG ഫോർമാറ്റ് ഇങ്ങനെയൊക്കെ പറയാറില്ലേ. ഇതിനാണ് നമ്മൾ ഫയൽ ഫോർമാറ്റ് എന്ന് പറയാം. നിങ്ങൾ അയക്കാറില്ലേ, എനിക്കൊരു ഡോക്യുമെന്റ് JPG ആയിട്ട് അയച്ചാ, PNG ആയിട്ട് അയച്ചാന്നൊക്കെ പറയൂലേ. ഇത് നമ്മളെ സേവ് എക്സ്റ്റൻഷൻസ് ആണ്. നമ്മൾ ഒരു കാര്യം സേവ് ചെയ്യുമ്പോൾ എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ C++ ആണ് നമ്മൾ എഴുതണമെങ്കിൽ .cpp എന്ന് അടിക്കും. അതാണ് നമ്മൾ എന്ത്, സേവ് എക്സ്റ്റൻഷൻ. അങ്ങനെ ഇമേജിന്റെ സേവ് എക്സ്റ്റൻഷൻ ആണ് ആദ്യം തന്നെ JPG. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, JPG ഫയൽ അടിച്ചാ അങ്ങനെ ഡോക്യുമെന്റ് ആയിട്ട് അയക്കുമ്പോൾ JPG ഫയൽ ഫോർമാറ്റിൽ അയച്ചാന്ന് പറയൂലേ. അപ്പൊ ഈ JPG ആണ് ആദ്യത്തെ. അതിന്റെ ഫുൾ ഫോം ആണ് ജോയിന്റ് പിക്ചർ എക്സ്പേർട്സ് ഗ്രൂപ്പ്. അതാണ് JPGയുടെ ഫുൾ ഫോം. ഇനി അടുത്തത് BMP എന്ന് വെച്ചാൽ ബിറ്റ് മാപ്പ് ഫയൽ ഫോർമാറ്റ്. ലാസ്റ്റ് TFF അതായത് ടാഗ്ഡ് ഇമേജ് ഫയൽ ഫോർമാറ്റ്. GIF എന്താ, ഗ്രാഫിക്സ് ഇന്റർചേഞ്ച് ഫോർമാറ്റ്. PNG പോർട്ടബിൾ നെറ്റ്വർക്ക് ഗ്രാഫിക്. ഫുൾ ഫോം അടിച്ചു വെക്കണം കേട്ടോ, ക്വസ്റ്റ്യൻ 1 വേർഡ് ആയിട്ട് ചോദിക്കും. ഇത് ഓഡിയോ ഫയൽ ഫോർമാറ്റ്സ്. ഓഡിയോസിന്റെ ഫയൽ ഫോർമാറ്റ് ആണ്. അതിൽ ആദ്യത്തെയാണ് WAV, MP3, MIDI. ഇതിന്റെ ഫുൾ ഫോം എപ്പോഴും ചോദിക്കാറുണ്ട്. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റൽ ഡിജിറ്റൽ ഇന്റർഫേസ്. നാലാമത്തെയാണ് AIFF. ഇനി നോക്കാം, വീഡിയോ ഫയൽ ഫോർമാറ്റ്സ് ആണ്. വീഡിയോസിന്റെ സേവ് എക്സ്റ്റൻഷൻ ആണ്. ആദ്യത്തേന് AVI, ഓഡിയോ വീഡിയോ ഇന്റർലീവ്. MP3 ഓൾസോ യൂസ്ഡ് ഫോർ ഓഡിയോ ഇൻ വീഡിയോ കണ്ടീൻസ്. അതായത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോസിന് യൂസ് ചെയ്യാൻ പറ്റും എന്ത്, MP3 ഇവിടെ നമ്മൾ യൂസ് ചെയ്തില്ല, അതന്നെ സാധനം. JPG നമ്മൾ എവിടെ യൂസ് ചെയ്ത്, വീഡിയോയിൽ യൂസ് ചെയ്ത്, ഇമേജിൽ യൂസ് ചെയ്ത്. WAV നമ്മൾ എവിടെയൊക്കെ യൂസ് ചെയ്തു, ഓഡിയോയിൽ യൂസ് ചെയ്തു, പിന്നെ എവിടെ യൂസ് ചെയ്തു, ഇപ്പൊ വീഡിയോയിൽ യൂസ് ചെയ്തു. അത്രേ ഉള്ളൂ കേട്ടാ. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സേവ് എക്സ്റ്റൻഷന്റെ ഒക്കെ ഫുൾ ഫോം പഠിച്ചു വെച്ചാൽ മതി. അല്ലെങ്കിൽ ചോദിക്കും, ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് ഫയൽ ഫോർമാറ്റ് ഏതൊക്കെയാന്ന് ചോദിക്കാം, വീഡിയോ ഫോർമാറ്റ്സ് ഏതൊക്കെയാന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഈ ഇമേജ് ഫയൽ ഫോർമാറ്റ്സ് ആണ് കേട്ടാ. അതാണ് കൂടുതലും ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ പഠിക്കാനായിട്ട്. സൂപ്പർ ആയിട്ട് പഠിക്കുക. കുറച്ച് ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ് എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് കണ്ട് എന്ത് ചെയ്യുക, സൂപ്പർ ആക്കി പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്.